വെൽക്കം ബാക്ക് ടു ക്രസന്റ് ലേണിംഗ്. നമ്മുടെ ഡിസംബർ 6 നടന്ന മോഡൽ എക്സാമിൻ്റെ മാറ്റിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 3 തുടങ്ങുകയാണ്. ഇനി ഒരു 30 ചോദ്യങ്ങളുടെ ബാലൻസ് ഉള്ളൂ. 30 ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങുകയാണ്. എന്തായാലും ഇതുവരെ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് പോസ് ചെയ്യാം. പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. കിട്ടാത്ത ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. പൊതുവെ ഞാൻ സ്പീഡ് കുറവാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പീഡ് കൂട്ടിയിടാം. 1.5-ലോ 2-ലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, വീഡിയോസ് കാണാം. ഓക്കെ, എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 61ാമത്തെ ചോദ്യം. 61ാമത്തെ ചോദ്യം, ചുറ്റളവ് ഈസ് ടു സെന്റിമീറ്റർ, വ്യാപ്തം ഈസ് ടു ഡാഷ്. അതായത് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ, പെരിമീറ്റർ ഈസ് ടു സെന്റിമീറ്റർ. നമുക്കറിയാം, നമ്മൾ ചുറ്റളവ്, അതായത് ഒരു എന്താ പറയുക, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് കാണുമ്പോൾ നീളം പ്ലസ് വീതി പ്ലസ് നീളം പ്ലസ് വീതി, എന്താ പറയുക, സെൻറ്റിമീറ്ററിലാണെങ്കിൽ ഒരു 3-4 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിയിട്ട് സെൻറ്റിമീറ്റർ തന്നെയാണ് അതിൻ്റെ യൂണിറ്റ് ഇടുക. അപ്പോൾ ചുറ്റളവിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, പരപ്പളവിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഏരിയയുടെ യൂണിറ്റ് എന്താണ് ഏരിയയുടെ യൂണിറ്റ്? ഏരിയയുടെ യൂണിറ്റ് ചുറ്റളവ് സെന്റിമീറ്റർ ആണെങ്കിൽ ഏരിയ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ, ചതുരശ്ര സെന്റിമീറ്റർ എന്നൊക്കെയാണ് പറയാം. വ്യാപ്തമാണെങ്കിൽ അത് ഘന സെന്റിമീറ്റർ ആണ്. ഘന സെന്റിമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ ആണ് വ്യാപ്തത്തിന്റെ യൂണിറ്റ്. ഓക്കെ, 62ാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ട് എന്നാണ്. നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ ഒരു ത്രികോണം, അതിനുള്ളിലോ ത്രികോണം, ചെറിയ ത്രികോണങ്ങൾ, വലിയ ത്രികോണങ്ങൾ. ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചെയ്തു വരുന്നത് ആദ്യം ചെറുതെണ്ണും പിന്നെ വലുതെണ്ണും, ആ രീതിയിൽ. അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം. ഇതിൽ ഏറ്റവും ചെറിയ ത്രികോണം എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 4 ത്രികോണങ്ങളാണ് ചെറുതുള്ളത്. 4 ത്രികോണങ്ങൾ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വലുത് എണ്ണി നോക്കാം. വലുത് അതായത് 1, 2, 3, 4, 5, 6, 7, പിന്നെ ഇതെല്ലാം കൂടെ കൂടി 1, 8, 9 9 ത്രികോണങ്ങൾ. കുറച്ച് വലുതുണ്ട്. ഇനി ഇതിലും വലുതുണ്ടോ നോക്കാം. ഇതിലും വലുത് എങ്ങനെ കാണാൻ പറ്റുക? ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. 1, 2, 3. ഓക്കെ, 3 ത്രികോണങ്ങളുടെ ആകെ എത്ര ത്രികോണങ്ങളായി? 4, 3, 7, 9, 16 ത്രികോണങ്ങളായി. 16 ത്രികോണങ്ങളായി. ഇനി ത്രികോണങ്ങളുണ്ടോ? ഈ കണ്ട എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ത്രികോണം കൂടെ പറ്റും. ഒരു ത്രികോണം കൂടെ. അപ്പോൾ ടോട്ടൽ 16 + 1 17 ത്രികോണങ്ങളാണ് ടോട്ടൽ ഈ ഒരു ചിത്രത്തിലുള്ളത്. 17 ത്രികോണങ്ങൾ. ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ട്രയാങ്കിൾസ്. ഓക്കെ, അടുത്ത ചോദ്യം വെൻ ഡയഗ്രത്തിലെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചോദ്യത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, പദങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ശരിയായ ചിത്രം ABCD എന്നീ ഉത്തര സൂചികളിൽ നിന്നും കണ്ടെത്തുക. അതായത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസിലും ചിത്രങ്ങളുടെ രൂപങ്ങൾ തന്നിട്ടുണ്ട്. 63ാമത്തെ ചോദ്യം, കവി, രാഷ്ട്രീയക്കാരൻ, സ്ത്രീ. എന്താണ് കവി, രാഷ്ട്രീയക്കാരനും സ്ത്രീ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? ഇപ്പോൾ നമുക്കറിയാം, ചില കവികൾ രാഷ്ട്രീയക്കാരാവാറുണ്ട്, ചില രാഷ്ട്രീയക്കാർ സ്ത്രീകളാവും. രാഷ്ട്രീയക്കാരൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇംഗ്ലീഷിൽ പൊളിറ്റീഷ്യൻ എന്നാണ് പറഞ്ഞത്. പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ആണായാലും പെണ്ണായാലും എന്താ പറയുക, രാഷ്ട്രീയക്കാർ എന്ന അർത്ഥത്തിൽ വരുന്നൊരു സാധനം ആയതുകൊണ്ട് സ്ത്രീ രാഷ്ട്രീയക്കാരനാവാം. ഓക്കെ, കവി രാഷ്ട്രീയക്കാരനാവാം, കവി സ്ത്രീ ആവാം, കവി. ഈ കവി എന്ന് പറയുമ്പോൾ പലർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ, കവിത്രി ആണാണോ പെണ്ണാണോ, ഇത്തരം സംശയങ്ങൾ വരാറുണ്ട്. പക്ഷെ പോയറ്റ് എന്നുള്ളൊരു വേർഡ് പൊതുവെ ഉപയോഗിക്കാറുള്ളത് ആൺ പെൺ എന്ന വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാറ്. വളരെ റെയറായിട്ട് മാത്രമാണ് കവി എന്ന് പറഞ്ഞാൽ ആണാണെന്ന് മാത്രം പറയുന്ന രീതിയൊക്കെ ഉള്ളത്. ഒന്നും പറയാൻ പാടില്ല എന്നാണ്. എന്നാലും ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പറയാണ്, കവി എന്ന് പറഞ്ഞാൽ സ്ത്രീ ആവാം പുരുഷനാവാം, രാഷ്ട്രീയക്കാരൻ സ്ത്രീ ആവാം പുരുഷനാവാം, സ്ത്രീ. അപ്പോൾ കവിയും രാഷ്ട്രീയക്കാരനും സ്ത്രീയും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഒന്നാമത്തെ ചിത്രം നോക്കുക. ഒന്നാമത്തെ ചിത്രം, ചില കവികൾ രാഷ്ട്രീയക്കാരാവാം, ചില കവികൾ സ്ത്രീ ആവാം, ചില കവികൾ രാഷ്ട്രീയക്കാരും സ്ത്രീയും കൂടെ കൂടിയതാവാം. അതേപോലെ രാഷ്ട്രീയക്കാരുടെ കാര്യമാണെങ്കിലും സ്ത്രീയുടെ കാര്യമാണെങ്കിലും എല്ലാം അങ്ങനെ വരും.
അപ്പോൾ ഇതിൽ ഉത്തരം ഓപ്ഷൻ എ ആയിരിക്കും വരിക. ഓക്കെ, രണ്ടാമത്തെ 64ാമത്തെ ചോദ്യം, ഭക്ഷണം, തൈര്, കരണ്ടി. എന്താണ് കരണ്ടി? കരണ്ടി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലൂടെ നമുക്ക് കാണാൻ പറ്റും, ഇംഗ്ലീഷിൽ സ്പൂൺ എന്നാണ് കരണ്ടി എന്ന് പറഞ്ഞാൽ. സ്പൂണ്, തൈര്, ഭക്ഷണം. തൈര് ഒരു ഭക്ഷണമാണ് അല്ലേ? തൈര് ഒരു ഭക്ഷണമാണ്. തൈര് കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്? കരണ്ടി. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണവും തൈരും തമ്മിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ പെട്ട ഒരു സാധനമാണ് എന്ത്? തൈര്. കരണ്ടി ഇത് ഭക്ഷണം കഴിക്കാൻ, ഇപ്പോൾ തൈര് കഴിക്കാനാണെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഉത്തരമായിട്ട് ആകെ വരാൻ ചാൻസ് ഉള്ളൊരു സാധനം ഓപ്ഷൻ ഡി ആണ്. കാരണം ഇതിൽ ആദ്യത്തെ 2 ചിത്രങ്ങൾ, ഇത് മേലെ ഉള്ളത് എന്താവും? ഭക്ഷണമാവും. തൈര് അതിൻ്റെ ഉള്ളിൽ പെട്ട ഒരു സാധനം മാത്രമാണ്. തൈര് എന്തായാലും ഭക്ഷണമാണ്. പിന്നെ ഉള്ളൊരു സാധനം കരണ്ടി. കരണ്ടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നോക്കിയാൽ ഉൾപ്പെടുത്താൻ പറ്റൂല. ഓക്കെ, 65ാമത്തെ ചോദ്യം, ന്യായാധിപൻ, കുറ്റവാളി, കള്ളൻ, ജഡ്ജ്, ക്രിമിനൽ, തീഫ്. ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ എന്താ? ജഡ്ജാണ്. ജഡ്ജ് നമുക്കറിയാം, കോടതിയിൽ ഉണ്ടാകുന്ന എന്താ പറയുക, തീരുമാനങ്ങൾ, അവസാന അന്തിമ തീരുമാനം ജഡ്ജിൻ്റെ ആവും. കുറ്റവാളിയും കള്ളനും. കള്ളൻ എന്ന് പറഞ്ഞാൽ ചെയ്ത ആൾ, കുറ്റം എന്താ പറയുക, കട്ട ആളാണ് കള്ളൻ. കുറ്റവാളി എന്ന് പറഞ്ഞാൽ എന്താവും? ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ജഡ്ജ് തീരുമാനിച്ചു കഴിഞ്ഞ ഒരു സാധനമാണ് കുറ്റവാളി. ഇതെങ്ങനെയാണ് ചിത്രത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? ന്യായാധിപനും കുറ്റവാളിയും കള്ളനും ഒക്കെ കണക്റ്റഡ് അല്ലേ? ശരിക്കും കണക്റ്റഡ് അല്ലേ? എങ്ങനെയാവും വന്നിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസിൽ ന്യായാധിപനെയും കുറ്റവാളിനെയും കള്ളനെയും ഉൾപ്പെടുത്താൻ പറ്റുന്ന ചിത്രം ഇതിൽ ഏതാവും? പറഞ്ഞോളൂ, ആലോചിച്ച് നോക്കിക്കോ, കിട്ടും. കള്ളന്മാരെല്ലാം ക്രിമിനൽസ് ആവണം എന്നില്ല. ഓക്കെ, കള്ളന്മാരെല്ലാവരും ക്രിമിനൽസ് ആവണം എന്നില്ല. എന്നാൽ ചില കള്ളന്മാർ ക്രിമിനൽസ് ആണ്. അങ്ങനെയാണോ? ചില ക്രിമിനൽസ് കള്ളന്മാരാണ്. എനിക്ക് തോന്നിയൊരു ഉത്തരം പറയാണ്, ഇതിൽ ബി ആവും ഉത്തരം. കാരണം കള്ളനും കുറ്റവാളിയും തമ്മിൽ ഒരു കണക്ഷൻ ശരിക്കും ഉണ്ട് അവിടെ. പക്ഷെ ന്യായാധിപൻ ഇതിൽ തീരുമാനം എടുക്കുന്ന ഒരാളായതുകൊണ്ട് തമ്മിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. വളരെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നോക്കുമ്പോൾ ഏതാ ഉത്തരം? ഓപ്ഷൻ ബി ആവും ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമുക്കറിയാം, മാറ്റിൽ വളരെ റെയറായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നോക്കുമ്പോൾ 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്സിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത് അതേപോലെ ഒരു ചോദ്യമാണ്. ഒരു സംഖ്യയുടെ 3 മടങ്ങ് അതേ സംഖ്യയിൽ നിന്ന് 2 കുറച്ചതിന്റെ 4 മടങ്ങിനോട് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? ഇപ്പോൾ ഇംഗ്ലീഷ് വരാണെങ്കിൽ, if 3 times a number is equal to 4 times the same number with 2 subtracted, what is the number? അതായത് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആൽജിബ്ര, അതായത് ബീജഗണിതം ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. ഒരു സംഖ്യ, നമുക്കറിയാം സംഖ്യ ഏതാണെന്ന് അറിയില്ല, നമ്മൾ പൊതുവെ എടുക്കുന്ന ഒരു സാധനം എക്സ് ആണ്. അപ്പോൾ സംഖ്യ സമം എക്സ് ആണെങ്കിൽ ഒരു സംഖ്യയുടെ 3 മടങ്ങിന് എന്ത് പറയും? 3x എന്ന് പറയും. 3x എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ സംഖ്യയിൽ നിന്ന് 2 കുറച്ചതിൻ്റെ, അതായത് എക്സിൽ നിന്നും 2 കുറച്ചതിൻ്റെ 4 മടങ്ങ് ഇൻറ്റു 4 ആണെങ്കിൽ സംഖ്യ ഏതെന്നാണ്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ 3x ഈക്വൽ ടു, ക്രോസ് ചെയ്ത് ഗുണിക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, 4x മൈനസ് 8 എന്നാണ് വരിക. 4x മൈനസ് 8. ഇതിൽ എക്സിനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകും, 8നെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ 3xനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം ഇവിടെ 4x മൈനസ് 3x എന്നാവും. അതേപോലെ മൈനസ് 8നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ +8 ആവും. അതായത് 8 ഈക്വൽ ടു എക്സ് എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ സംഖ്യ കിട്ടി. സംഖ്യ എത്രയാണ്? 8. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ചെയ്താൽ തന്നെ ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2ന് എതിരെയുള്ള വശം. നമുക്കറിയാം ക്വസ്റ്റ്യൻ ക്യൂബാൻഡൈസ് എന്നാണ്. ക്യൂബാൻഡൈസ് കണ്ടിട്ടില്ലേ? കട്ട തിരിക്കലിൽ നമുക്കറിയാം. ഇപ്പോൾ പൊതുവെ ഉള്ള കട്ടകളുടെ ഒരു പ്രത്യേകത എന്താ? നമുക്ക് ആലോചിക്കാൻ
കഴിയുന്ന ആളുകളാണെങ്കിൽ നന്നായിട്ട് ആലോചിച്ച് ഉത്തരം കിട്ടും. ഈ ചോദ്യത്തിൽ 3 ഘട്ടമുണ്ട്. സെയിം ഘട്ടനെ 3 രീതിയിൽ വെച്ച ചിത്രങ്ങളാണ് ഇതിലുള്ളത്. ഒരു ചിത്രം, രണ്ടാമത്തെ ചിത്രം. ഈ 2 ചിത്രങ്ങൾ തമ്മിൽ നോക്കാം വെറുതെ, അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രം നോക്കുന്നില്ല, പകരം മൂന്നാമത്തെ ചിത്രം നോക്കാം. 1ഉം 3ഉമാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ 1, 3 എന്നുള്ള ലാസ്റ്റിലെ ചിത്രം നോക്കുമ്പോൾ 1ഉം 3ഉം 2ഉം ഉണ്ട്. നമ്മൾ കട്ടനെ ഇങ്ങനെ വെച്ചു, ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഇമാജിൻ കപ്പാസിറ്റിയിൽ വെച്ചു. ഈ കട്ടനെ വെറുതെ ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ 2 ഇവിടെയാണ് 2 ഉള്ളത്, ഇവിടെയാണ് 1 ഉള്ളത്, ഇവിടെയാണ് 3 ഉള്ളത്. ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് 2 നമുക്ക് കാണാൻ പറ്റാത്ത, ക്യാമറയിൽ കാണുന്നുണ്ടാവും, എനിക്ക് കാണാൻ പറ്റില്ല. ഇപ്പം ഇവിടെ 1 ആവും, ഇവിടെ 3 ആവും, ഇവിടെ 2 ഉണ്ടാവും, ഇവിടെ 4 ഉണ്ടാവും. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഏകദേശം ഉത്തരം കിട്ടും. 2ന്റെ ഓപ്പോസിറ്റ് ആണ് 4. ഇമാജിൻ കപ്പാസിറ്റി കണ്ടെത്താൻ പറ്റുന്ന ഒരാൾക്ക് അങ്ങനെ കണ്ടെത്തുന്നതാവും സുഖം. ഇനി അതല്ലെങ്കിൽ പോലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ക്യൂബാൻഡൈസ് പഠിച്ച സമയത്ത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു വട്ടം വരച്ചാൽ ഉത്തരം കിട്ടും. അതായത് അതെങ്ങനെയാണെന്നോട് പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ചിത്രം മാത്രം കൺസിഡർ ചെയ്ത് നോക്കാം. അതായത് ഒരു മിനിറ്റ്, ഈ ചിത്രത്തിൽ 3, 5, 4 3 സംഖ്യകളുണ്ട്. 3, 5, 4. മൂന്നാമത്തെ ചിത്രത്തിൽ 3, 1, 2 ഉണ്ട്. ഇതിനെ ക്ലോക്ക് വൈസ് ആയിട്ട് വെറുതെ ഒരു വര വരക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോളി. 3 മുതലാണ് ഞാൻ വരക്കുന്നത്. 3 മുതൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് കിട്ടും. അതായത് 3, 5, 4 3, 5, 4. മൂന്നാമത്തെ ചിത്രത്തിലും 3 ഉണ്ട്, പകരം 5ഓ 4ഓ അല്ല ഉള്ളത്, എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള 1ഉം 2ഉം ആണ് ഉള്ളത്. അതും ഈ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ വരക്കുന്നുണ്ട്. അപ്പോൾ 3, 1, 2 എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇവിടെ മാറ്റി 6 ആക്കി കൊടുക്കുക. ഇവർ ഓപ്പോസിറ്റ് ആവും, ഇവർ ഓപ്പോസിറ്റ് ആവും, ഇവർ ഓപ്പോസിറ്റ് ആവും. അതായത് 4ന്റെ ഓപ്പോസിറ്റ് ആവും 2 ഉണ്ടാവുക. ചോദ്യം ഇതാണ്, 2ന് എതിരെയുള്ള വശം എഴുതണം. 2-നെതിരെയുള്ള വശം ഏതാ? അപ്പോൾ 2-നെതിരെയുള്ള വശം 4. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വീണ്ടും ഒരു മാത്സിലെ ക്വസ്റ്റ്യൻ. 3 സംഖ്യകളുടെ ശരാശരി 30ഉം അവ തമ്മിലുള്ള അംശബന്ധം 2:3:4 ആയാൽ അവയിലെ ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. എന്താണ് ശരാശരി? അല്ലെങ്കിൽ ശരാശരിയുടെ ഇംഗ്ലീഷ് എന്താ? ആവറേജ്. ആവറേജ് എന്നാണ് എന്താ ആവറേജ്? ഒരു മൂന്ന് നമ്പേഴ്സ് ഉണ്ട്. 3 നമ്പേഴ്സ് ഇവർ 3ഉം കൂടെ കൂട്ടിയപ്പോൾ ഒരു സംഖ്യ കിട്ടി. ഈ സംഖ്യനെ എത്ര സംഖ്യകളായിരുന്നു? 3 സംഖ്യകളല്ലേ? ഈ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സാധനമാണ് എന്ത്? ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ 3 സംഖ്യകളുടെ ശരാശരി എന്താ? 30ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 സംഖ്യകൾ കൂട്ടിയാൽ എന്താവും? 30നെ 3 ഗുണിച്ചതാവും. 3 സംഖ്യകൾ കൂട്ടിയാൽ എന്ത് കിട്ടും? 30നെ 3 ഗുണിച്ചാൽ എത്ര കിട്ടും? 90 കിട്ടും. ഓക്കെ അല്ലേ? 90 കിട്ടും. അതായത് ടോട്ടൽ ഈ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 90 കിട്ടും. ഇവയെ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധത്തിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 2:3:4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2ഉം 3ഉം 4ഉം കൂടെ കൂട്ടിയാൽ 9 കിട്ടും. ടോട്ടൽ 9 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 9 പീസാക്കുകയാണ്. അപ്പോൾ 90നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും. അപ്പോൾ ഒരു പീസ് എത്രയാണ്? 10 ആണ്. അപ്പോൾ 2:3:4 എന്ന് പറഞ്ഞാൽ 2 × 10 3 × 10 4 × 10 4 × 10 അതായത് 20:30:40 എന്ന് കിട്ടും. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ സംഖ്യ 20 കിട്ടും. ഇനി ഇങ്ങനെ ഒന്നും അല്ലാണ്ട് വളരെ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചാൽ തന്നെ ഈ ഉത്തരത്തിൽ എത്താൻ പറ്റും. അതെങ്ങനെയാവും? ആവറേജുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 എന്താ പറയുക, തൊട്ടടുത്തുള്ള 3 സംഖ്യകളുടെ ആവറേജ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കറിയാം നടുവിലുള്ള സംഖ്യ ആവറേജ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. 4, 5, 6 4, 5, 6 ഇതിൻ്റെ ആവറേജ് എന്താ? 4ന്റെ 5ന്റെ 6ന്റെ ആവറേജ് 4, 5, 6 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 15 കിട്ടും. ബൈ 3 15/3 എത്ര? 5. അതായത് ഇതിൻ്റെ നടുവിലുള്ള സംഖ്യയാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 സംഖ്യകളുടെ ശരാശരിയിൽ 30 അല്ലേ പറഞ്ഞത്? ഇവിടെ 2:3:4 അല്ലേ? ഈ 30ഉം 3ഉം ഒക്കെ ഒരേപോലെ ഫീൽ ചെയ്യുന്ന സാധനങ്ങളല്ലേ? അപ്പോൾ ഈ 3 ശരാശരി ആവാൻ ചാൻസ് ഉണ്ട്. കാരണം 2ഉം 3ഉം 4ഉം ആണ്, തൊട്ടടുത്തുള്ള സാധനങ്ങളാണ്. അപ്പോൾ നടുവിലുള്ളത് 30 ആണെങ്കിൽ ലെഫ്റ്റിലുള്ളത് എന്താവും? സ്വാഭാവികമായിട്ട് റേഷ്യോ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ആലോചന മനസ്സിലാവും. 10ന്റെ ഗുണനങ്ങളെ പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതുകൊണ്ട് 20ഉം
30ഉം 40ഉം ആണെന്ന് കിട്ടണം. മാത്സ് പഠിച്ചിട്ട് ഒന്നുകൂടെ ഫാസ്റ്റ് ആയ ഒരാൾക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ 20ഉം 30ഉം 40ഉം ആവും എന്ത് ഈ സംഖ്യകൾ. അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ എന്താവും? 20 ആവും. ഓക്കെ അല്ലേ? അപ്പം 69ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 69ാമത്തെ ക്വസ്റ്റ്യനിൽ കോഡിങ് ആൻഡ് ഡീകോഡിങ്. വാക്കർ എന്നത് RWEAKL എന്ന് കോഡ് ചെയ്തിരിക്കുന്നു എന്നാ പറയുന്നത്. വാക്കറിലുള്ള 6 ലെറ്റേഴ്സ് ആണ് WALKER. 6 ലെറ്റേഴ്സ്. ഇതേ 6 ലെറ്റേഴ്സിനെ ഒന്ന് തല തിരിച്ച് ഒന്ന് മറച്ചിട്ട് ഗുണിച്ചതാണ് തൊട്ടപ്പുറത്തുള്ള RWEAKL അല്ലേ? അങ്ങനെയാണെങ്കിൽ വെറുതെ നോക്കാം. ഈ ലാസ്റ്റിലെ 6 ഇവിടെ ഫസ്റ്റിൽ വന്നത്. ഓക്കെ, പിന്നെ വാക്കറിലെ ഫസ്റ്റിലെ W ആണ് ഇവിടെ സെക്കൻഡിൽ വന്നത്. ഈ ഓർഡറിലാണ് പോണത്. കണ്ടോ? പിന്നെ ലാസ്റ്റിലുള്ള E ആണ് അടുത്ത E ആയിട്ട് വന്നത്. പിന്നെ A ആണ് അടുത്തത് വന്നത്. K ആണ് അടുത്തത് വന്നത്. ഓക്കെ അല്ലേ? അതായത് ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിൽ നിന്ന്, ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിൽ നിന്ന്, ഈ ഓർഡറിലാണ് കോഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സൂപ്രണ്ടിഡന്റ് എന്നത് എങ്ങനെ കോഡ് ചെയ്യും എന്നാണ് ചോദ്യം. കോഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ലെറ്റർ ഏതാവും? T ആവും. എല്ലാത്തിൻ്റെയും ലെറ്റർ T തന്നെയാണ്. അപ്പോൾ ഓക്കെ, T കഴിഞ്ഞു. പിന്നെ S ആണ് അടുത്ത് വരാനുള്ളത്. എല്ലാം S തന്നെയാണ്. S കഴിഞ്ഞു. പിന്നെ NU കണ്ടോ? NU തന്നെയാണ് എല്ലാത്തിലും വരാനുള്ളത്. അപ്പോൾ NU കഴിഞ്ഞു. ഇനി ഏതാ അടുത്ത് വരാണ്ടാവുക? E ആണ് വരാണ്ടാവുക. കാരണം എന്താ? നമ്മൾ ലാസ്റ്റ് നിന്ന് എടുത്തു, ഫസ്റ്റ് എടുത്തു, ലാസ്റ്റ് എടുത്തു, ഫസ്റ്റ് എടുത്തു. ഇനി E ആണ് ഉണ്ടാവുക. ഇതിൽ മാത്രം E അല്ല. E അല്ലെങ്കിൽ ഇതല്ല ഇനി, കാരണം ഇതിൽ P ആ വന്നത്. അപ്പോൾ അത് ആ ഓപ്ഷൻ ഇനി നോക്കണ്ട. ഓക്കെ അല്ലേ? പിന്നെ P. E കഴിഞ്ഞാൽ അടുത്തത് വരാനുള്ളത് P ആണ്. എല്ലാത്തിലും P തന്നെയാണുള്ളത്. പിന്നെ അടുത്തത് D ആണ് പിന്നെ വന്നത്. ഈ D ആണ് വന്നത്. ഇതിൽ ഓപ്ഷൻ എയിൽ D അല്ല, പകരം R ആണ് വന്നത്. അപ്പോൾ അതുമല്ല, അതും ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി D കഴിഞ്ഞാൽ അടുത്ത ഏതാ വരാനുള്ളത്? D കഴിഞ്ഞാൽ അടുത്തത് വരാനുള്ളത് R അല്ലേ? യെസ്, R ആണ് വരാനുള്ളത്. D കഴിഞ്ഞാൽ അടുത്തത് R ആണ് എല്ലാത്തിലും വന്നത്. അപ്പോൾ R കഴിഞ്ഞാൽ I ആണ് വരാനുള്ളത്. R കഴിഞ്ഞാൽ I വരുന്നത് ഇതിലാണ്. ഇതിൽ E ആണ് വന്നത്. അപ്പോൾ അതുമല്ല. ഓപ്ഷൻ എന്ത് കിട്ടും? 4 ഓപ്ഷൻ കിട്ടും. ഓപ്ഷൻ D ആണ് എന്ത് ഉത്തരം. ഓക്കെ അല്ലേ? 69ാമത്തെ ചോദ്യം നല്ല സിമ്പിളാണ്, ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 70ാമത്തെ ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ ചെയ്ത സെയിം എന്താ പറയുക, ക്യൂബ് ആൻഡ് ഡൈസിലെ മറ്റൊരു ചോദ്യം. 1 എതിരെയുള്ള വശം ഏതെന്നാണ് ചോദ്യം. ഇതിൽ ചോദ്യത്തിൽ നിന്ന് നോക്കാം. എന്താ പറയുക, 1 എതിരെയുള്ള വശം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ 1 ഒറ്റ ക്യൂബേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതിനേക്കാൾ ഒന്നുകൂടെ കംഫർട്ടായി നോക്കണോ, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ ചെയ്താൽ ഒന്ന് ചെയ്യാൻ പറ്റും, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിതിൽ 2 ക്യൂബിനെ ചൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത സിംപിളസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോവാണ്. നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ പോവാണ്. ഈ 2 ക്യൂബിനെ സെലക്ട് ചെയ്തതിലുള്ള ക്യൂബിന്റെ പ്രത്യേകതകൾ പറഞ്ഞുതരാം. ഒന്നിലെ സംഖ്യകൾ 4, 5, 6. മറ്റൊന്നിലെ സംഖ്യകൾ 4, 1, 2. രണ്ടിലും കോമൺ ആയിട്ട് 4 മാത്രമാണുള്ളത്. അപ്പം 4 മുതലാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലോക്ക് വൈസ് ആയിട്ട് എഴുതാൻ പോവുക. അപ്പോൾ ആദ്യത്തേതിൽ എഴുതുമ്പോൾ 4, 5, 6 എന്നാണ് വരിക. കണ്ടോ? 4, 5, 6 ഈ രീതിയിലാണ് വരിക. രണ്ടാമത്തത് എഴുതുമ്പോൾ 4, 1, 2 എന്നാണ് വരിക. 4, 1, 2, 4, 1, 2. ഈ ചോദ്യം നോക്കിയാൽ മനസ്സിലാവും. 6ഉം 2ഉം ഓപ്പോസിറ്റ് ആണ്. 5ഉം 1ഉം ഓപ്പോസിറ്റ് ആണ്. ഇതിലില്ലാത്ത സംഖ്യ 3 അല്ലേ? അപ്പോൾ 4ഉം 3ഉം എന്താവും? ഓപ്പോസിറ്റ് ആവും. ചോദ്യം എന്തായിരുന്നു? 1-നെതിരെയുള്ള വശം. 1-ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലെ എഴുതി വെച്ച നമ്പർ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഏതാണ്? ഉത്തരം ഏതാ? 1-നെതിരെ ഉള്ളത് 5 ഉത്തരം. ഓപ്ഷൻ സി ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 71ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സമചതുര കട്ടയുടെ എല്ലാ മുഖങ്ങൾക്കും ചുവപ്പ് നിറം നൽകുന്നു. ഓക്കെ, ഈ സമചതുരക്കട്ട തുല്യമായ 27 കഷണങ്ങളാക്കിയാൽ കുറഞ്ഞത് 2 മുഖങ്ങൾക്കെങ്കിലും ചുവപ്പ് നിറമുള്ള എത്ര കഷ്ണങ്ങളുണ്ട്? നല്ല രസകരമായ ചോദ്യമാണ്. നമുക്കറിയുണ്ടാവും, സമചതുരക്കട്ടനെ മുറിച്ചിട്ടുണ്ട് നമ്മൾ. സമചതുരക്കട്ടയെ മുറിക്കുന്നത് പഠിച്ചിട്ടുണ്ടാവും. സമചതുരക്കട്ട 27 കഷ്ണങ്ങളാക്കി മുറിക്കുക എന്ന് പറഞ്ഞാൽ
3x3x3 എന്നുള്ള രീതിയിലാണ് മുറിക്കുക. ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം അറിയേണ്ട സാധനം, ഒരു കട്ടയിലും അല്ലെങ്കിൽ ഒരു സൈഡിലും കളർ ഇല്ലാത്ത ഒരു കട്ട ഉണ്ടാവും. എവിടെ? ഈ ക്യൂബിന്റെ നടുവിൽ ഒരു കട്ട ഉണ്ടാവും അല്ലേ? അതേപോലെ എന്താ പറയാ, സീറോ സൈഡ് കളർ ഉള്ളത് ഒന്നായിരിക്കും. പിന്നെ 3 സൈഡ് കളറുള്ള, അത് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. 3 സൈഡ് കളറുള്ളത് ഏതാ? ഏത് ക്യൂബിലാണെങ്കിലും കട്ട് ചെയ്യുന്നത് പഠിക്കുമ്പോൾ 3 സൈഡ് കളറുള്ള എത്ര ഉണ്ടാവും? 8 പീസ് ഉണ്ടാവുക. 2 സൈഡിലും 4 വീതം 8 പീസാണ് ഉണ്ടാവുക അല്ലേ? ചോദ്യം എന്താ അറിയോ? 2 മുഖങ്ങൾക്കെങ്കിലും ചുവപ്പ് നിറമുള്ള, 2 മുഖങ്ങൾക്കെങ്കിലും. ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. 2 മുഖങ്ങൾക്ക് മാത്രം കളർ ഉണ്ടായാൽ പോരാ, മിനിമം അല്ലെങ്കിൽ കുറഞ്ഞത് 2 മുഖങ്ങൾ എന്ന് പറയുമ്പോൾ 2 മുഖങ്ങൾക്ക് കളറുള്ളത് വേണം, 3 മുഖങ്ങൾക്ക് കളറുള്ളതും വേണം. അപ്പോഴേ കുറഞ്ഞത് 2 മുഖങ്ങൾക്കെങ്കിലും കളറുള്ളതാവുള്ളൂ അല്ലേ? ആ 3 സൈഡുള്ളത് നമുക്കറിയാം. ഇനി 2 സൈഡുള്ളത് കണ്ടെത്തണം. 2 സൈഡുള്ളത്, ഒരു സൈഡുള്ളത് എത്രണ്ണ? ഒരു സൈഡുള്ളത് നമുക്കറിയാം എത്രയാണ്? 6 ആണ്. 6 മുഖങ്ങളാണ് ഒരു ക്യൂബിന് ഉണ്ടാവുക. ഈ 6 മുഖങ്ങളിലും ഓരോന്നിന് വീതം ഒരു സൈഡിൽ കളർ ഉണ്ടാവുമ്പോൾ 6 എണ്ണത്തിന് ഒരു സൈഡിൽ കളർ ഉണ്ടാവും. അതേപോലെ ഒരു സൈഡും കളർ ഇല്ലാത്തത് ഒന്നുണ്ടാവും. ടോട്ടൽ എത്ര എണ്ണം പോയി? 7 എണ്ണം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ള മുഴുവൻ എന്താണ്? 2ഓ അതിലധികമോ കളർ ഉള്ളതാണ്. ടോട്ടൽ നമുക്ക് എത്ര കഷ്ണങ്ങളാവും? 27 കഷ്ണങ്ങളാവും. അതിൽ 6 ഒന്നും കൂട്ടിയാൽ എത്ര? 7. 27 നിന്നും 7 കുറച്ചാൽ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 20 പീസ്. അതായത് 12 പീസ്, 12 കട്ടകൾ 2 സൈഡ് കളറുള്ളതും 8 കട്ടകൾ 3 സൈഡ് കളറുള്ളതുമാണ് അല്ലേ? 8 കട്ടകൾ 3 സൈഡ് കളറുള്ളതും 12 കട്ടകൾ 2 സൈഡ് കളറുള്ളതുമാണ്. കുറഞ്ഞത് 2 മുഖങ്ങൾക്കെങ്കിലും ചുവപ്പ് നിറമുള്ള എത്ര കഷ്ണങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? 20 ആണ്. ഇനി 2 എണ്ണം കണ്ട് നേരെ പോയിട്ട് ഒറ്റയടിക്ക് 12 ഇട്ട ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ എക്സാം നടന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല സെന്ററുകളിലും ഇത് പറയുന്ന സമയത്താണ് പലരും അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഉത്തരം എന്താണ്? 20 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 72ാമത്തെ ക്വസ്റ്റ്യൻ മിറർ ഇമേജ് ആണ്. മിറർ ഇമേജ് നമുക്കറിയാം, പൊതുവേ ഇത് നേരെ ഓപ്പോസിറ്റ് ചിത്രം വരക്കലാണ്. ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം അതാണ്. അപ്പം ഇവിടെ ഞാൻ അങ്ങനെ ജസ്റ്റ് ഒരു ചിത്രം വരച്ച് കാണിച്ചു തരാം. ഇപ്പം ഇതില് ആദ്യം ഈ കണ്ണാടിയുടെ തൊട്ടടുത്തുള്ള പെട്ടെന്ന് വരക്കാൻ പറ്റും. അതായത് ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു വട്ടുണ്ട്, അത് ഇപ്പുറത്ത് വരും. അതേപോലെ ഇങ്ങനെ കറുപ്പിച്ചൊരു സാധനമുണ്ട്, ഇത് രണ്ടും വരും. അതേപോലെ ആരോ മാർക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആരോ മാർക്ക് എന്താവും? കണ്ണാടി നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാവും. ഈ ആരോ മാർക്ക് ഇങ്ങോട്ടാവും. ഇനി ചിത്രം നോക്കുമ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ സിയിൽ ആരോ മാർക്ക് ഇങ്ങോട്ടാണ്. ഒറ്റയടിക്ക് മനസ്സിലാക്കുക ഓപ്ഷൻ സി അല്ല. ഓപ്ഷൻ സി ഇനി നോക്കേണ്ട കാര്യമില്ല. ഇനി മറ്റുള്ളത് നോക്കാനുണ്ട്. മറ്റുള്ളത് നോക്കുമ്പോൾ ഒന്നുകൂടെ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റിയ, പെട്ടെന്ന് എന്താ പറയുക, നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ വരക്കണതിൻ്റെ അപ്പുറത്ത് പെട്ടെന്ന് കിട്ടുമോ എന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ താഴെ ഈ ത്രികോണത്തിന്റെ ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലായിട്ട് ചെറിയൊരു ഡോട്ട് കണ്ടോ? ഇത് കണ്ണാടിയുടെ അടുത്തല്ലേ? അപ്പൊ ഇനി വരക്കുമ്പം ഇതേപോലെ ഈ സൈഡിൽ നിന്ന്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഈ സാധനത്തിന്റെ ഈ ഭാഗത്താണ് പോയിന്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാവും തൊട്ടടുത്ത്, കണ്ണാടിയുടെ തൊട്ടടുത്താണെന്നുണ്ടാവുക ആ ഡോട്ട് ഉണ്ടാവുക. അപ്പൊ കണ്ണാടിയുടെ തൊട്ടടുത്ത് ഈ ത്രികോണം ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ സർക്കിൾ ഉണ്ട്. ഈ ഭാഗത്തായിരിക്കും എന്ത് വരിക? ആ കറുപ്പ് ഡോട്ട് വരിക. ആ കറുപ്പ് ഡോട്ട് എല്ലാത്തിനും ഉണ്ടോ? യെസ്, ഇതിനുണ്ട്. അപ്പൊ ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ ഡോട്ടില്ല, അവിടെ ഡോട്ടില്ലെങ്കിൽ ഇവിടെ ഡോട്ട് ഉണ്ടാവില്ല. പക്ഷെ ഈ ഓപ്ഷനിൽ, ഓപ്ഷൻ ഡിയിൽ ഇവിടെയും ഡോട്ട് വന്നിട്ടുണ്ട്. അതെന്താണ്? ക്യാൻസൽ ആണ്. ഓക്കെ അല്ലേ? ഇനി എയും ബിയും മാത്രം, ഓപ്ഷൻ എയും ബിയും മാത്രം നോക്കുമ്പോൾ അതിൽ ആ ലാസ്റ്റിലുള്ള ആ ഒരു ചെറിയ കൊടിയില്ലേ, അതൊന്നും ഇങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും. എങ്ങോട്ടാവും ഉണ്ടാവുക? വെറുതെ നോക്കിയാൽ മനസ്സിലാവും. ഈ ചിത്രത്തിൽ ഇങ്ങോട്ടാണ് കൊടി ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ ഇങ്ങോട്ടാണ് കൊടി ഉണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ എ അല്ലാന്നും മനസ്സിലാക്കാം. കാരണം കൊടി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് ഏതിലാണ്? ഓപ്ഷൻ ബിയിൽ മാത്രമാണ്. ഈ 2 എണ്ണത്തിൽ കേട്ടോ. അപ്പോൾ ഏതാ ഉത്തരം? ഓപ്ഷൻ ബി ആണ് ഉത്തരം എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കോഡിങ് ആൻഡ് ഡീകോഡിങ് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ
മദർ എന്നത് 919222 714 ഒരുപാട് സംഖ്യകൾ വന്നിട്ടുണ്ട്. അപ്പോ ഇത് പെട്ടെന്ന് കിട്ടാൻ ഞാൻ എന്തായാലും ഇത് എഴുതിച്ചിട്ട് നമുക്ക് അറിയാം ഈ എ മുതൽ സെറ്റ് വരെ നമ്മളെ മാറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ ആദ്യം എഴുതി വെക്കേണ്ട സാധനമാണ്. എ മുതൽ സെറ്റ് വരെ എന്താ പറയുക എഴുതണം, നമ്പർ ഇട്ട് വെക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്പർ ഇടുമ്പോൾ ഇതിൽ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. ഈ രീതിയിൽ നമ്പർ ഇടുമ്പോൾ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ ഒറ്റ തവണ നമ്പർ ഇട്ടാൽ മതി, എക്കും സെറ്റിനും ഓപ്പോസിറ്റ് രണ്ടും കിട്ടും. ഇപ്പൊ എ 1 ആണെന്നുണ്ടെങ്കിൽ തിരിച്ചെഴുതുമ്പോൾ എ എന്താവും 26 ആവും. ആ രീതിയിൽ ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. അതിനുവേണ്ടി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ രീതിയിൽ നോക്കുമ്പോൾ എം 9 ആവണില്ല കണ്ടോ. നേരെ നമുക്ക് ഈ എം മാത്രം നോക്കിയാൽ 9 കിട്ടൂല. എം അങ്ങനെ പെട്ടെന്നൊന്നും 9 ആവുന്ന സാധനമല്ല. കോഡിങ്ങിൽ ഒരുപാട് നമ്പറൊക്കെ വരുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. നേരെ ലാസ്റ്റിക്ക് നോക്കുകയാണ്, എം ഇങ്ങനെ ലാസ്റ്റിക്ക് നോക്കുമ്പോൾ എം 14 ആവുന്നുണ്ടോ? ഉണ്ട്. കാരണം എന്താ, റിവേഴ്സ് ഓർഡറിൽ വരുമ്പം എമ്മിന്റെ നമ്പർ 14 ആണ് അല്ലേ. ഇനി ഓ നോക്കാം. ഓ റിവേഴ്സ് ഓർഡറിൽ 7 ആണോ? ഓ റിവേഴ്സ് ഓർഡറിൽ 7 ആണോ? അല്ലല്ലോ. ഓ റിവേഴ്സ് ഓർഡറിൽ 7 അല്ല, വേറെ ഏതെങ്കിലും ആവുമോ? ഇല്ല. 15 അല്ല, 12 അല്ല, ഒന്നുമല്ല. പിന്നെ ഇപ്പൊ ഏതാ 7 ആവുക? ഇനി 7 ആണ് എന്തായാലും വരാനുള്ളത്. ഓ കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ടി ആണ്. ടി 7 ആവണുണ്ടോ നോക്കാം. യെസ്, ടി റിവേഴ്സ് ഓർഡറിൽ 7 ആണ്. അപ്പോൾ മദറിനെ അങ്ങോട്ടേക്ക് കോഡ് ചെയ്തപ്പോൾ ആദ്യം അവിടെ നിന്നിട്ടാണ് എഴുതുന്നത്. എം ആണ് ആദ്യം എഴുതിയത്. എമ്മിന്റെ കോഡ് 14 ആദ്യം എഴുതി. പിന്നെ ടി ആണ് അടുത്ത കോഡ് എഴുതിയത്. ടീന്റെ കോഡ് 7 എഴുതി. ഇതേ ഓർഡറിലാണെങ്കിൽ അടുത്തത് ഇ ആണോ നോക്കുക. ഒന്ന് ഇടവിട്ടുള്ള ലെറ്റേഴ്സിന്റെ ഇന്റെ റിവേഴ്സ് ഓർഡറിലുള്ള കോഡ് എത്ര? 22 ആണോ നോക്കാം. യെസ് 22 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏതാവുന്ന നോക്കണം. കാരണം മദറിൽ എം കഴിഞ്ഞാൽ ഓ വിട്ടു, ടി കിട്ടി, എച്ച് വിട്ടു, ഇ കിട്ടി. പിന്നെ ഏതാ വരിക? ഇവിടെ 22 കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് 12 ആണ്. ഈ 12ന്റെ റിവേഴ്സ് ഓർഡറിൽ നോക്കുമ്പോൾ ഓ ആണ് അല്ലേ. ഓ ആണ് 12 വരിക. അതായത് എം കഴിഞ്ഞു, ടി കഴിഞ്ഞു, ഇ കഴിഞ്ഞു. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരികയാണ് അല്ലേ. ഇങ്ങോട്ട് വന്നിട്ട് ഏതാ തുടങ്ങണേ? ഓമ്മ തുടങ്ങുക. ഓ തുടങ്ങി. ഇവിടെ എഴുതിയില്ലല്ലേ. ഓക്കെ. ഇ കഴിഞ്ഞു. ഓന്റെ കോഡാണെന്ത്? 12. പിന്നെ ഏതാവും വരിക? എച്ച് ആവും. എച്ചിന്റെ കോഡ് ഏതാ? എച്ചിന്റെ കോഡ് 19 ആണോ? യെസ് 19. പിന്നെ ആറിന്റെ കോഡ് എവിടെ? ആറിന്റെ കോഡ് 9. റെഡി അല്ലേ? നല്ല സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഇന്ന് ആലോചിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. അതേപോലെ ഹസ്ബൻഡ് കണ്ടെത്തണം. ഹസ്ബൻഡ് കണ്ടെത്തുമ്പോൾ എങ്ങനെ കണ്ടെത്തേണ്ടി വരും? ആദ്യം അവിടെ നിന്നിട്ടാണ് നമ്മൾ എഴുതുന്നത്. ആദ്യം എച്ചിന്റെ ഓപ്പോസിറ്റ് ഉള്ള സാധനം എത്ര? 19. അപ്പൊ ലാസ്റ്റിലെ നമ്പർ 19 ഇല്ലല്ലോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓപ്ഷൻസിൽ ഒറ്റൊന്നിലും ലാസ്റ്റില് 19 ഇല്ല. അതായത് കോഡിങ് നമ്മൾ ചെയ്ത രീതിയിലല്ല ഞാൻ ചെയ്തത്. വളരെ എന്താ പറയുക, ശുദ്ധ പൊട്ടത്തരായിരുന്നു എന്ന് ഒറ്റയടിക്ക് മനസ്സിലാക്കുക. ഇതെല്ലാം മായ്ക്കുന്നുണ്ട്. മായ്ച്ചു. ഇനി എന്ത് ചെയ്യും? പെട്ടില്ലേ? രസത്തിൽ പെട്ടു. തോറ്റു കൊടുക്കാൻ പാടില്ല. വേറെ ഏതെങ്കിലും രീതി ഉണ്ടോ നോക്കാം. തിരിച്ച് ഇങ്ങോട്ട് നോക്കിയാലോ. അതായത് നമ്മൾ ചെയ്തു വന്നപ്പോ ആറിന്റെ നമ്പർ നോക്കുക. ആറിന്റെ നമ്പർ 9. അത് ആദ്യം എഴുതി. ഓക്കെ അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് പോയി. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോരുകയാണ്. ആറിന്റെ നമ്പർ 9. ആറിന്റെ നമ്പർ 9 ആദ്യം എഴുതി. പിന്നെ ഒന്നിലോട്ടുള്ള എച്ചിന്റെ നമ്പർ 19. ഇതാ എച്ച് 19. എച്ച് ഒന്നിലോട്ടുള്ളതാണ് കേട്ടോ. എച്ച് 19. ഈ രീതിയിൽ റിവേഴ്സ് ആണെങ്കിലോ അപ്പൊ കിട്ടണോ നോക്കുക. അതായത് ആദ്യം നമുക്ക് ഡി എഴുതാം. ഡീന്റെ കോഡ് എന്താ? ഡീന്റെ നോർമൽ കോഡ് 4 ആണ്. റിവേഴ്സ് ആവുമ്പോൾ 23 ആവും. അപ്പോൾ ഡി ആദ്യം വരുമ്പോൾ 23 ആവും. ഉണ്ട്. യെസ്, ഓപ്ഷൻസിൽ 23 ആദ്യം വരുന്നതുണ്ട്. ഉറപ്പിച്ചോളി. എന്താണ്? തല തിരിച്ചതാണ്. ഓപ്ഷൻ ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഉത്തരം കണ്ടെത്താനുള്ളത്. ഓപ്ഷൻ ബിയിൽ 23 അല്ലാത്തത് ക്യാൻസൽ ചെയ്യാം. ഇനി ഡി കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ എ ആണ്.
എന്റെ നമ്പർ എത്രയാണ്? 26 എന്റെ നമ്പർ 26. 23 കഴിഞ്ഞാൽ 26 വരുന്ന രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും എന്തായി? ക്യാൻസലായി. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി അടുത്തത് എസിന്റെ നമ്പർ എത്ര? എസിന്റെ നമ്പർ ഇവിടെ PQRS. എസിന്റെ നമ്പർ 8. 26 കഴിഞ്ഞാൽ രണ്ടിലും 8 വന്നിട്ടുണ്ട്. അപ്പോൾ എസ് കഴിഞ്ഞു. ഇനി എച്ച് എവിടെ? എച്ചിന്റെ നമ്പർ വീണ്ടും എച്ചിന്റെ നമ്പർ 19. രണ്ടിലും 19 ആണ് വന്നത്. ഓക്കെ അല്ലേ? പിന്നെ രണ്ടിലും ഏതാ വരുന്നത്? 13 അല്ലേ? രണ്ടിലും 13 വരുന്നത്. 13 എന്ന് പറഞ്ഞാൽ ഏതാവും ലെറ്റർ? എൻ ആവും. കാരണം എന്താ? റിവേഴ്സ് ഓർഡർ അല്ലേ? 13 എൻ ആവും. എന്ന് വീണ്ടും ഹസ്ബൻഡിൽ ഡി മുതൽ ഇങ്ങനെ വന്നു, പിന്നെ എൻ അങ്ങോട്ട് തന്നെയാണ് പോണത്. എന്ന് വന്നു 13 രണ്ടിലും 13 ഇനി ഏതാ വരാനുള്ളത്? ബി ആണ് വരാനുള്ളത്. ബിന്റെ നമ്പർ എത്ര? ബിന്റെ നമ്പർ ഇതിലുണ്ട് 25. ഓക്കെ, അതായത് ഓപ്ഷൻ സിയും ക്യാൻസൽ ആയിട്ടുണ്ട്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 74 ചെടി വൃക്ഷം, ഇംഗ്ലീഷിൽ പ്ലാന്റ് ട്രീ. ആൺകുട്ടി ഈസ് ടു ഡാഷ്. ഈ ചെടി വൃക്ഷം തമ്മിൽ എന്താ ബന്ധം? ചെടി വലുതായി വരുമ്പോൾ വൃക്ഷം. അപ്പൊ ആൺകുട്ടി വലുതായി വരുമ്പോ എന്താ ആവുക? ഓപ്ഷൻസ് നോക്കാം. ഭർത്താവ് ആവും കല്യാണം കഴിഞ്ഞാല്. പുരുഷൻ, അച്ഛൻ, സഹോദരൻ. കല്യാണം കഴിഞ്ഞാല് ആയിക്കോട്ടെ. ഏതാവും ഉത്തരം? ആൺകുട്ടി വലുതായി വന്നാൽ എന്താവും? സഹോദരനാണോ, അച്ഛനാണോ, ഭർത്താവാണോ, പുരുഷനാണോ? ചെടി വൃക്ഷാവണ പോലെ ആൺകുട്ടി വലുതായാൽ ആവുന്ന സാധനം പുരുഷനാണ്. പൊതുവെ വലിയ മനുഷ്യന്മാരെ, സൗണ്ടൊക്കെ മാറി വരുന്ന മനുഷ്യന്മാരെ എന്ത് പറയും? പുരുഷൻ എന്നാണ് പറയാ കേട്ടോ. വലുതായി വന്നാൽ പുരുഷൻ എന്നാ പറയാ. ചെറിയ കുട്ടിയാണെങ്കിലാണ് ആൺകുട്ടി എന്നൊക്കെ പറയുള്ളൂ. അപ്പൊ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, പുരുഷനാണ് ഉത്തരം. ഓക്കെ അല്ലേ? ഇനി 75ാമത്തെ ചോദ്യം. 17:35. സംഖ്യകളുമായി നല്ല ബന്ധം വേണം കേട്ടോ. സംഖ്യകളുമായി നല്ല ബന്ധം വേണം. 17 നമുക്കറിയാം അഭാജ്യ സംഖ്യയാണ്. അത് 35 ആവണമെങ്കിൽ എന്തായാലും ഇൻറ്റോ കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഗുണിക്കുക കൂട്ടൊക്കെ ചെയ്യണം. 17ന്റെ നേരെ ഇരട്ടി 34. 17ന്റെ ഇരട്ടി 34. അതിനോട് ഒന്ന് കൂട്ടി എന്ത് കിട്ടും? 35 കിട്ടും. അതേപോലെ 22ന്റെ ഇരട്ടി 44. അതിനോട് ഒന്ന് കൂട്ടി എന്ത് കിട്ടും? 45. സിമ്പിൾ ക്വസ്റ്റ്യൻ, അധികം ഒന്നും ആലോചിക്കാനൊന്നുമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ നേരത്തെ കോഡിങ്ങിലൊക്കെ കണ്ട പോലെ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പെറ്റ് ഈസ് ഗുഡ് എന്നത് 3, 4, 5. നേരത്തെ നിങ്ങൾ ക്യൂ ഹി ഹോ ഹാ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടെങ്കിലേ അതിനേക്കാളും ഒന്നുകൂടെ വായിക്കുമ്പോൾ ഒരു സുഖം തോന്നുന്ന സാധനം. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത, ഇങ്ങനത്തെ കോഡിങ്ങിന്റെ പ്രത്യേകത, പെറ്റ് ഈസ് ഗുഡ് എന്നത് 3, 4, 5 തന്നെ. പെറ്റിന്റെ കോഡ് 3 ആണെന്നില്ല, ഈസിന്റെ കോഡ് 4 ആണെന്നില്ല, ഗുഡിന്റെ കോഡ് 5 ആണെന്നില്ല, അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊക്കെ ആവുള്ളൂ. അപ്പോൾ ഇതിലെ 4 എത്ര സെന്റൻസാ? പെറ്റ് ഈസ് ഗുഡ് ഉണ്ട്, പാരറ്റ് ജമ്പിങ് ഗുഡ് ഉണ്ട്, ഡോഗ് ഈസ് ജമ്പിങ് ഉണ്ട്, ഗുഡ് പെറ്റ് പാരറ്റ് ഉണ്ട്. ഈ 4 പാരറ്റിന്റെ കോഡാ കണ്ടെത്തേണ്ടത്. കണ്ടോ? പാരറ്റ് എന്ന വാക്കിന്റെ കോഡാ കണ്ടെത്തേണ്ടത്. അപ്പൊ ഏറ്റവും സുഖമുള്ള പരിപാടി, പാരറ്റ് ഉള്ള 3 എത്ര സെന്റൻസാ? 2 സെന്റൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? പാരറ്റ് ജമ്പിങ് ഗുഡ് എന്നത് 263, ഗുഡ് പെറ്റ് പാരറ്റ് എന്നത് 643. പക്ഷെ ഇവിടെ പാരറ്റ് മാത്രമല്ല ഗുഡും ഉണ്ട്. അപ്പോൾ അതായത് ജമ്പിങ്ങും പാരറ്റും ഗുഡും പാരറ്റും അതേപോലെ ഇതിലുള്ള സംഖ്യകൾ അതൊക്കെ 2ലും 3 ഉണ്ട്, 2ലും 6 ഉണ്ട്. അപ്പൊ പാരറ്റ് ആണോ ഗുഡാണോ 6, 3 തിരിച്ചറിയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഗുഡിന്റെ കൂടെ കണ്ടെത്തേണ്ടി വരും. ഗുഡ് കണ്ടെത്തൽ പെടുന്നതാ. പെറ്റ് ഈസ് ഗുഡ് എന്നത് 3, 4, 5 എന്നാണ്. 3 ആണോ 6 ആണോ? അപ്പൊ ഏത്? ഗുഡ്. ഏതാണ്? 3 ആണ്. വളരെ സിമ്പിളാ, പെട്ടെന്ന് കിട്ടും. ഗുഡ് എന്നത് ഏതാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ പാരറ്റ് എന്താവും? 6 ആവും. പാരറ്റ് എന്താവും? 6 ആവും. ഉത്തരം കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? നമുക്ക് എഴുതാൻ പോലും ഇല്ല, ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ വരച്ചാൽ കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 77ാമത്തെ ചോദ്യം. പ്ലസ് മൈനസിനെ സൂചിപ്പിക്കുന്നു, മൈനസ് ഇൻറ്റുവിനെ സൂചിപ്പിക്കുന്നു, ഇൻറ്റു ഹരണത്തെ സൂചിപ്പിക്കുന്നു,
ഹരണം പ്ലസിനെ സൂചിപ്പിക്കുന്നു. ചോദ്യം ബോർഡ് മാസ്. ബോർഡ് മാസ് എന്താ? ബോർഡ് മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ അറിയുന്നുണ്ടാവും. ബോർഡ് മാസ് റൂൾ അറിയുന്നുണ്ടാവും. ബോർഡ് മാസ് റൂൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആദ്യം ഇത്തരം ഒരു ചോദ്യത്തിൽ ചെയ്യേണ്ട രീതി പറഞ്ഞുതരാം. ഇതില് ഒരു മിനിറ്റ്. ഓക്കെ, ഇതില് 15 ഹരിക്കണം 5 ഗുണിക്കണം 5 പ്ലസ് 5 മൈനസ് 2 എന്നാണ് ചോദ്യം ഉള്ളത്. അതിൽ ഹരണത്തിനെ മാറ്റേണ്ടി വരും, പ്ലസിനെ മാറ്റേണ്ടി വരും, ഇൻഡുവിനെ മാറ്റേണ്ടി വരും. എല്ലാം ഒന്ന് മാറ്റി നോക്കിയാൽ സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. ഞാൻ ചെയ്തു നോക്കാം. ഹരണം മാറ്റിയിട്ട് എന്താ ആക്കണത്? ഹരണം പ്ലസിനെ സൂചിപ്പിക്കുന്ന. അപ്പോൾ 15 പ്ലസ് 15 ഇൻഡു എന്തിനെ സൂചിപ്പിക്കണേ? കണ്ടോ, ഗുണിക്കണം എന്നുള്ളത് ഹരണത്തിന്. അപ്പോൾ ഇവിടെ ഹരണം വരും, ഹരണം വരും. ഇൻറ്റു 5 പ്ലസ് 5 എന്നുള്ളതിൽ പ്ലസ് എന്തിനെ സൂചിപ്പിക്കണേ? പ്ലസ് മൈനസിനെയാണ് സൂചിപ്പിക്കണേ. കണ്ടോ, പ്ലസ് മൈനസിനെയാണ് സൂചിപ്പിക്കണേ. അപ്പോൾ ഇവിടെ മൈനസ് വരും. എന്താ വരിക? -5. ഇനി മൈനസ് ഗുണനത്തെ സൂചിപ്പിക്കുന്നു. മൈനസ് ഗുണനത്തെ സൂചിപ്പിക്കുന്നു എന്നാണെങ്കിൽ ഇൻറ്റു 2 ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ വരുമ്പോൾ നേരെ 15 പ്ലസ് 15 30 ഹരിക്കണം 5 6 6 5 കുറച്ചാൽ എത്ര? 1 1 × 2 2 എന്ന് കണ്ടെത്തി വരരുത്. ഓപ്ഷൻസിൽ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, തെറ്റിക്കൂല. ഇത് ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഇല്ല. ഓഫ് ഉണ്ടാവാറില്ല പൊതുവെ. പിന്നുള്ള സാധനം ഡിവിഷനാണ്. ഡിവിഷൻ ഏതാ? 15 ഹരിക്കണം 5. എത്ര? 15 ഹരിക്കണം 5. 15 ഹരിക്കണം 5 പറഞ്ഞാൽ എത്ര? 15 എത്ര 5 ഉണ്ട്? 3 5. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എനിക്ക് മായ്ക്കാനുള്ള റേസ് ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ മായ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അടിയിൽ എഴുതേണ്ടി വരും. ഇവിടെ 3. ഇനി ഡിവിഷൻ കഴിഞ്ഞു. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. 5 × 2 10. ഓക്കെ, പിന്നെ അഡിഷൻ 15 പ്ലസ് 3 18. ഇനി ലാസ്റ്റ് ഉള്ളത് ഇത് വെട്ടിക്കഴിഞ്ഞു. 18 മൈനസ് 10 ചെയ്യാനുള്ളത്. 18 മൈനസ് 10 പറഞ്ഞാൽ എത്ര കിട്ടും? 8 കിട്ടും. ഓപ്ഷൻസിൽ ഇല്ലല്ലോ. തെറ്റിയോ? ഒന്ന് അടിച്ചു കളയേണ്ടി വരും. ഞാൻ ഒന്നുകൂടെ ചെയ്ത് നോക്കുന്നുണ്ട്. ഒന്നുകൂടെ ചെയ്ത് നോക്കാം. 15 ഹരിക്കണം 15 ഇൻറ്റു 5 പ്ലസ് 5 മൈനസ് 2. ഹരിക്കണം എന്നത് പ്ലസിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ 15 പ്ലസ് 15 ഇൻറ്റു എന്നത് എവിടെ? ഇത് ഹരണം 5 പ്ലസ് മൈനസിനെ സൂചിപ്പിക്കുന്നു. -5 മൈനസ് ഇൻറ്റു സൂചിപ്പിക്കുന്നു. ഇൻറ്റു 2. ഓക്കെ അല്ലേ? 15 ഹരിക്കണം 5 ഇവിടെ 3. 15 പ്ലസ് 3 മൈനസ് 5 ഇൻറ്റു 2. ഇവിടെ അടുത്തതാണ് ചെയ്യാനുള്ളത്. 15 പ്ലസ് 3 മൈനസ് 10. 18 മൈനസ് 10 8 തന്നെയാണ്. അതായത് ഓപ്ഷൻസിൽ ഇല്ല. ഓപ്ഷൻസിൽ ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യേണ്ടി വരും. ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. ഉത്തരം കണ്ടെത്തേണ്ട രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. ഉത്തരം 8 വരിക. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 78ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പേപ്പർ മടക്കി ദ്വാരമിടുന്നു. പേപ്പർ മടക്കി ഓട്ടയിടുക. പേപ്പർ തുളക്കുക. പേപ്പർ തുളക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ മടക്കിയിട്ട് കുറേ തോളട്ടിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വെച്ച കുറേ സാധനങ്ങളുണ്ട്. പേപ്പർ ഇല്ല ഇവിടെ. പേപ്പറിനെ കാണിക്കായിരുന്നു. പേപ്പർ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടെത്താൻ പറ്റുക? മിറർ ഇമേജ് ചെയ്ത പോലെ തന്നെ കണ്ടെത്താൻ പറ്റും. അതിന് വേണ്ടി ഞാൻ ഡെമോ കാണിച്ചു തരാം. കണ്ടോ, ഇതിൽ ആദ്യം ഒരു പേപ്പറിനെ ഇങ്ങനെ മടക്കി, പിന്നെ മടക്കി കിട്ടിയ ചെറിയ പീസിനെ ഇങ്ങനെ മടക്കി, പിന്നെ ഇങ്ങനെ മടക്കി, എന്നിട്ടാണ് തോളിടുന്നത്. കറക്റ്റ് ഇതിൽ വലുതാക്കി കാണിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു നീളം, ചെറിയ വട്ടം അല്ലേ? അപ്പം ഇതിനെ മിറർ ഇമേജ് പോലെ ചെയ്ത് നോക്കാം. അതായത് ലാസ്റ്റ് നമ്മൾ മടക്കിയത് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ? അപ്പം ഇത് ആദ്യം എങ്ങോട്ടാവും തുറക്കുക? ഇവിടുന്ന് ഇങ്ങോട്ടാവും തുറക്കുക. ഓക്കെ അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് തുറക്കുമ്പോൾ ഇവിടെ ഒരു മിറർ ഉണ്ടെന്ന് വെറുതെ വിചാരിച്ച് നോക്കി. മിറർ ഉണ്ടെങ്കിൽ എങ്ങനെയാവും വരിക? മിറർ ഉണ്ടെങ്കിൽ എങ്ങനെയാവും വരിക? മിറർ ഉണ്ടെങ്കിൽ എങ്ങനെയാവും വരിക? ഇവിടെ ഉള്ള സാധനം ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ വരും. ഈ വട്ടം ഇതേ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരും. ഓക്കെ അല്ലേ? ഓക്കെയാണ് അത്. അപ്പോൾ ഇത് കഴിഞ്ഞു കേട്ടോ. ഈ ലാസ്റ്റിലെ പീസ് കഴിഞ്ഞു.
ഇനി നമുക്ക് തുറക്കാനുള്ളത് ഇങ്ങോട്ടേക്കാണ്. ഇങ്ങോട്ട് തുറക്കുമ്പോൾ ഈ ഭാഗം, അതായത് ചെരിഞ്ഞ ഈ ഭാഗം ഇത് മിററായി മാറുകയാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ അല്ലാണ്ട് വിചാരിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങോട്ട് മടക്കുമ്പോൾ എങ്ങനെയാവും ആ ആ ദ്വാരങ്ങൾ എങ്ങനെയാവും വരിക എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ മിററാണെങ്കിൽ ഇവിടെ അത് വരും. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ ഒരു സ്ക്വയർ വരും. അതേപോലെ ഇത് തുറക്കുമ്പോൾ എവിടെ സ്ക്വയർ വരിക? ഇവിടെ ഒരു സ്ക്വയർ വരും. ഓക്കെ അല്ലേ? സ്ക്വയർ വരും. പിന്നെ ഈ വട്ടത്തിൻ്റെ നേരെപ്പുറത്ത് ഇങ്ങോട്ടേക്കും വരും. അതായത് ഇങ്ങനെ ഇത്രയും നമ്മൾ തുറക്കാൻ പോവാണ്. ഇത്രയും തുറന്നപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക സ്ക്വയർ പീസ്, റെക്റ്റാങ്കിൾ പീസ് ഉണ്ട്. റെക്റ്റാങ്കിൾ പീസ് അത്രയും നീളത്തിലുണ്ട്, 4 എണ്ണം. പിന്നെ ഇവിടെ 2 തുള, ഇവിടെ 2 തുള ആയില്ലേ? പകുതിയായി. ഇനി നേരെ അപ്പുറത്തോട്ട് തുറക്കണം. അപ്പുറത്തോട്ട് തുറക്കുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇതിൽ വലിയ കൺഫ്യൂഷൻ ആർക്കും ഉണ്ടാവില്ലല്ലോ. ഇവിടെ അല്ലേ മിറർ പോലെ സാധനം വരിക? ഇവിടെ അല്ലേ മിറർ പോലെ സാധനം വരിക? ഇവിടെ വരികയാണെങ്കിൽ ആദ്യം തൊട്ടടുത്തുള്ള 2 ദ്വാരങ്ങൾ നോക്കേണ്ടി വരും. ഇവിടെ ഒന്ന് വരും, ഇവിടെ ഒന്ന് വരും. പിന്നെ ഇവിടെയുള്ള ലാസ്റ്റിലെ സാധനങ്ങൾ ഇവിടെയും വരും. കണ്ടോ? ചിത്രം ഏകദേശം ഓക്കെയാണ്. ചിത്രത്തിൽ കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവും 4 പീസുകൾ, അതായത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വന്ന ഈ പീസ് ഒറ്റ പീസായി മാറിയിട്ടുണ്ടാവും. മുറിഞ്ഞിട്ട് ഒറ്റ പീസായി മാറിയിട്ടുണ്ടാവും. പിന്നുള്ള ദ്വാരങ്ങൾ എന്താവും? മേലെ മൂലയിൽ 2 ഉണ്ട്, അടിയിൽ ഈ ഭാഗത്തേക്ക് 2 ഉണ്ട്, പിന്നെ ഈ നടുഭാഗത്തായിട്ട് 2 ഇങ്ങനെ ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻസ് വെറുതെ നോക്കാം. ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇതേ രീതിയിൽ വരുന്നത് എവിടെയുള്ളത് കണ്ടോ? എവിടെയുള്ളത്? ഇത് എല്ലായിടത്തും ഉണ്ട്. ഇതല്ല ഉറപ്പിച്ചോ, ഇല്ല, ക്യാൻസൽ. പിന്നെ ഇതിൽ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ക്യാൻസലാണ്. ഇവിടെ ഉണ്ട്, ക്യാൻസലാണ്. കണ്ടോ? ഈ 4ാമത്തെ ഓപ്ഷൻ മാത്രമാണ് നമ്മൾ ചെയ്ത് വെച്ചൊരു മെത്തേഡിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഉത്തരം കിട്ടിയ ഓപ്ഷൻ എന്താണ്? ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. റെഡി? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ ക്വസ്റ്റ്യനിൽ ഭയങ്കരമായ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. mx = L എന്നല്ല ക്വസ്റ്റ്യൻ, mx = CN എന്നാണ് ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. mx = CN എന്നാണ്. അതേപോലെ WQ = ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഇതെങ്ങനെ കണ്ടെത്തും? വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതിയപ്പോൾ ഉള്ള സി ടൈപ്പ് ചെയ്തപ്പോൾ ഇങ്ങനെ അല്ലായതാണ്. ചെറിയ പൊട്ടത്തറ സംഭവിച്ചത്. അപ്പോൾ ഇത് പറയുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കോ എല്ലാവരും കേട്ടോ. mx = CN ആണെങ്കിൽ WQ എന്താവുന്ന് ഒന്ന് പോസ് ചെയ്ത് നോക്കിക്കോ. ഉത്തരം പറയാണ്. എമ്മും എന്നും തമ്മിലാണ് ഇവിടെ കണക്ഷൻ അല്ലേ? എം എന്താ പറയുക, നമ്മൾ ഓർഡറിൽ പഠിച്ചപ്പോൾ എന്താ പറയുക, ഡയറക്റ്റ് നേരെയുള്ള ഓർഡറിലാണെങ്കിൽ M 13ാമത്തും N 14 ആണ്. തിരിഞ്ഞാണെങ്കിൽ M 14ഉം N 13ഉം ആണ് അല്ലേ? അപ്പൊ 13 or 14 ആ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതേപോലെയാണ് എക്സും സിയും അല്ലേ? എക്സും സിയും നമ്മൾ കാണിച്ചു തരാം. എക്സും സിയും കണ്ടോ? എക്സും സിയും കണ്ടോ? 3ഉം 24ഉം ആണ്. 3ഉം 24ഉം എക്സും സിയും 3ഉം 24ഉം ആണ്. ഇതേപോലെ WQ എന്താവും? ക്യൂവിൻ്റെ ഓപ്പോസിറ്റുള്ള സാധനമാവും എവിടെ വരിക? തൊട്ടടുത്ത് വരിക. ഡബ്ല്യുവിൻ്റെ ഓപ്പോസിറ്റുള്ള സാധനമാവും എവിടെ വരിക? അടുത്ത് വരിക. W എത്രാമത്തെ നമ്പറാ? ലാസ്റ്റ് WXYZ. W എത്രാമത്തെ നമ്പറാ? 4ാമത്തെ നമ്പറാണ്. 4ാമത്തെ നമ്പർ. ഫസ്റ്റ് 4ാമത്തെ ആരാ? ABCD. 4ാമത്തെ ആളാരാ? D ആണ്. D. അപ്പോൾ ഡബ്ല്യുവിൻ്റെ ഓപ്പോസിറ്റുള്ള സാധനം D ആണ്. ഇതിൽ ലാസ്റ്റിൽ D വരുന്നത് ID-യും JD-യും ആണ്. മറ്റേ 2 ക്യാൻസൽ ചെയ്തു. പിന്നെ ക്യൂവിൻ്റെതാണ് ഇതിനൊരു സംശയമുള്ളത്. ക്യൂവിൻ്റെത് ബാക്കിക്ക് മറിച്ച് വെക്കാം. നിങ്ങൾ എന്തായാലും ആൻസർ പേപ്പറിൽ എഴുതാനുണ്ടാവുമല്ലോ. ബാക്കിക്ക് ജസ്റ്റ് മറിക്കുന്നുണ്ട്. ക്യൂവിൻ്റെ ഓപ്പോസിറ്റുള്ള സാധനം ഏതാണ്? ഇതാ കണ്ടോ? J ആണ്. ക്യൂവിൻ്റെ ഓപ്പോസിറ്റുള്ള സാധനം ഏതാണ്? J. അപ്പോൾ ഐയും അല്ല. ഉത്തരം എന്ത് കിട്ടി? J ആണെന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? ക്വസ്റ്റ്യൻ ശരിയാണെങ്കിൽ ഉത്തരം സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഇതെന്താണ്? J ആണ്. അപ്പോൾ WQവിൻ്റെ ഉത്തരം എന്താണ്? JD. ഓപ്ഷൻ C ആണ് ഉത്തരം. റെഡി അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്.
ചിത്രത്തിൽ എത്ര ചതുരങ്ങളുണ്ട്? നല്ല സിമ്പിൾ. നമ്മൾ ഇങ്ങനെ ഒരു സാധനമാണ് പഠിച്ചിട്ടുണ്ടോ? എങ്ങനെ, എന്താ പറയാ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് നമ്പർ എഴുതുക? ഇവിടെ 1 2 3, പിന്നെ 1 2, ഇതെല്ലാം കൂടെ കൂട്ടുക. 1 2 കൂട്ടിയാൽ 3 കിട്ടും. 1 2 3 കൂട്ടിയാൽ 6 കിട്ടും. ഈ 6 × 3 = 18 ആവും. എന്ത്? ഇതിലെ ടോട്ടൽ ചതുരങ്ങളുടെ എണ്ണം അല്ലേ? ചതുരങ്ങളുടെ എണ്ണം. ഓക്കെയാണ്. സമചതുരം നിങ്ങൾക്ക് അറിയുണ്ടാവും. എങ്ങനെയാണ്? 2 × 3 6 പ്ലസ് 1 × 2 2, 6 2 കൂട്ടിയാൽ 8. ചതുരങ്ങളാവുമ്പോൾ 18ഉം സമചതുരങ്ങളാവുമ്പോൾ 8ഉമാണ്. പക്ഷെ ഇവിടെ അടിയിലേക്ക് ഒരു ചെറിയ പീസ് കൂടെ വന്നു. അപ്പൊ എങ്ങനെയാവും വരിക? ഒന്നുകിൽ ഈ 18നോട് ആഡ് ചെയ്യാനുള്ളത് ചെയ്താൽ മതി, ഒന്നുകിൽ. അല്ലെങ്കിൽ നമ്മൾ ചെറുത് മുതലേ എണ്ണി വരണം. രണ്ടും ചെയ്ത് നോക്കാം. ചെറുത് മുതൽ എണ്ണാണെങ്കിൽ 1 2 3 4 5 6 7 പ്ലസ് പിന്നെ 2 കൂടിയ ചതുരങ്ങൾ 1, ഇത് രണ്ടും കൂടെ കേട്ടോ, ഇത് രണ്ടും കൂടെ 1 2 3 4, പിന്നെ 5 6 7 8 2 കൂടിയത് കിട്ടി. ഇനി 3 കൂടിയത് ഏതൊക്കെയുള്ളത്? 1 2 3. ഇനി 4 കൂടിയത് ഉണ്ടാവും. 1 2. ഇനി 5 കൂടിയത് ഉണ്ടാവോ? ഇല്ല. 5 കൂടിയില്ല. 6 കൂടിയത് ഉണ്ടാവും. 6 കൂടിയതാ ഈ വലിപ്പമുള്ള സാധനം. 6 കൂടിയത് ഒന്നുണ്ട്, ഒറ്റൊന്ന്. ഇതെല്ലാം കൂടെ കൂട്ടിയ എത്ര? 1 7 8 8 16 5 21. ഇനി കൂടാനുണ്ടോ? 7 വരാനില്ല, 8 വരാനില്ല. വലുത് വരെ വന്നു കഴിഞ്ഞു. അല്ല, നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിലോ? ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കുക വെറുതെ, ശരിയാവോ നോക്കാലോ. ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതുവരെ ഉള്ളത് കൂട്ടിട്ടോ, ഇതുവരെ ഉള്ളത് കൂട്ടി. ഇനി ഇയാളെ ആഡ് ചെയ്യണത് മാത്രം ചെയ്യാറുള്ളൂ. ഇയാളെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 1 ഈ ചെറിയ പീസ് ഉണ്ടാവും. 18 + 1 ഈ ചെറിയ പീസ് ഉണ്ടാവും. പിന്നെ 2 വരുമ്പോൾ ഇങ്ങനെ ഒന്ന് വരാണ്ട് ഇയാളെ ആഡ് ചെയ്യാനുള്ള അത് വരാനുണ്ടാവും. പിന്നെ 3 വരുമ്പോൾ ഇയാളെ ആഡ് ചെയ്യാനുള്ള 1 വരാനുണ്ടാവും. ഇതന്നെ വരാനുള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഏതാണോ സിമ്പിളായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യാം. അപ്പൊ 18 3 21. ഉത്തരം എന്തായാലും 21 തന്നെയാണ്. 21 കിട്ടും. ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഒരു 10 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. 81ാമത്തെ ക്വസ്റ്റ്യൻ നല്ല ഒരു എന്താ പറയാ, വേർഡ്സിനെ പരിചയമുള്ള ആളുകൾക്ക് കിട്ടാൻ നല്ല സുഖമുള്ള ക്വസ്റ്റ്യനാണ്. ഒരു കൂട്ടം അക്ഷരങ്ങൾ നൽകിയിരിക്കുന്നു. 4 അക്ഷരം, KMAERT, 6 അക്ഷരം. ഓരോ അക്ഷരത്തിലും ഒരു സംഖ്യ കോഡായി നൽകിയിരിക്കുന്നു. ഈ അക്ഷരങ്ങളെ ശരിയായ രീതിയിൽ ക്രമീകരിച്ചാൽ അർത്ഥസമ്പൂർണതയുള്ള ഒരു വാക്ക് ലഭിക്കുന്നു. ഈ 6 ലെറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു വാക്കിനെ ഉണ്ടാക്കാൻ പറ്റുക? KMAERT. വേർഡ്സുമായിട്ട് നല്ല പരിചയം ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, ഈ 4 വെറുതെ എഴുതി വെക്കുക. വേർഡാവും. ഒരു നിലക്കും നിങ്ങളെ എന്താ പറയാ, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ ചൊറിയുമ്പോൾ തലമണ്ട ഇങ്ങനെ വർക്ക് ചെയ്യും. പാനുള്ളവർക്ക് നല്ല സുഖം. പാനൊക്കെ ഉണ്ടെങ്കിൽ പാൻ ഇങ്ങനെ നടക്കുമ്പോൾ തല കുറച്ചൊക്കെ ഉപയോഗിച്ചോളൂ. അല്ലാത്ത ആളുകളൊന്ന് ചൊറിഞ്ഞു വെക്കുക, കിട്ടുമെന്ന്. അങ്ങനെ കിട്ടാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് ഈ 4 ഓപ്ഷൻ എഴുതി വെക്കുക. അപ്പൊ എന്തെങ്കിലും ഒന്ന് കിട്ടും. എനിക്കിതിലെ വേർഡ്, എനിക്ക് ലെറ്റേഴ്സ് വെച്ചിട്ട് അറിയാം വേർഡ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വെറുതെ ഏതെങ്കിലും ഇപ്പോൾ 1 2 ഇത് മാത്രം കാണിച്ചു കേട്ടോ. 1 2 7 4 3 9. 1 എന്താ? M. 2 എന്താ? A. 7 എന്താ? R. 4 K. 3 E. 9 ഇത് ചെയ്യുന്നല്ലേ ഓപ്ഷൻ. ശരി. മാർക്കറ്റ് ഉണ്ടോ? മാർക്കറ്റ് വേർഡാണ്. അർത്ഥസമ്പൂർണതയുള്ള ഒരു വാക്ക് കിട്ടിയില്ലേ? മാർക്കറ്റ് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്ക്? മാർക്കറ്റ് അറിയില്ലേ? വേർഡ് കിട്ടി. ഇനി ചോദ്യം എന്താ? ചോദ്യം തന്നെ, ചോദ്യം കിട്ടി, ഉത്തരം എല്ലാം കിട്ടിട്ടോ. 1 2 7 4 3 9 ഇതാണ് ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 82ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിഡ്ജ് എന്നത് FFEHSA. ഈ കോഡിൽ ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറഞ്ഞുതരാം. എല്ലാ ലെറ്റേഴ്സും ഒരേപോലെ അല്ല കോഡ് ചെയ്തത്. കാരണം ബ്രിഡ്ജ് BRIDGE ഒരു വേർഡ് പോലും, ഒരു ലെറ്റർ പോലും സെയിം അല്ല. പക്ഷെ കോഡ് വന്നപ്പോൾ FFEHSA, F 2 വന്നു. ഒന്നില്ലേ? അപ്പോൾ എന്തോ പാറ്റേണിൽ എന്തോ ഒരു
തിരിമറിയുണ്ട്, സ്വഭാവത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ആലോചിക്കേണ്ടി വരും. പിന്നെ ഇനി കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൽ നമ്മൾ എങ്ങനെയാണോ കോഡ് കണ്ടെത്തുന്നത് ആ രീതിയിൽ ചെയ്ത് നോക്കേണ്ടി വരും. ഇതിൽ ബി എന്നുള്ള സാധനത്തിനാവും മിക്കവാറും എന്ന് കോഡ് ചെയ്തിട്ടുണ്ടാവുക. കണ്ടിട്ട് അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല, ആവാം, എന്തേലൊക്കെ ആവും. എന്തായാലും ബീനെങ്ങനെ വെറുതെ ഇങ്ങനെ വരക്കുന്നുണ്ട് കേട്ടോ. ബീനെങ്ങനെ വരച്ചിട്ട് ബീനെങ്ങനെ ആവുമ്പോൾ ബീൻ്റെ മുമ്പത്തത് -1 ഒന്ന് കുറച്ചാലാണ് എക്ക് വരിക. എങ്ങനെ എസ് ആവുക? PQRS ഒന്ന് കൂട്ടണം അല്ലേ? ഒന്ന് കൂട്ടണം. RS ആണെങ്കിൽ ഒന്ന് കൂട്ടണം. പിന്നെ HIJ അല്ലേ? അപ്പോൾ ഒന്ന് കുറക്കണം. ഉള്ളത് ഉണ്ടാവും, ആവുമ്പോൾ ഒന്ന് കുറക്കണം. അതായത് ഒന്ന് കൂട്ടുക, ഒന്ന് കുറയ്ക്കുക, ഒന്ന് കൂട്ടുക, ഒന്ന് കുറയ്ക്കുക. ഇങ്ങനെയാണ് കോഡ്. അതന്നെയാണോ ചെക്ക് ചെയ്യാൻ തൊട്ടപ്പുറത്തൊരു വേർഡ് കൂടെ ഉണ്ട് വെറുതെ. പിയും ഓയും. OP കണ്ടോ? OP -1 ആണ്. AB +1 ആണ്. സെയിം. എന്താ പറയുക, നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 2 വേർഡ് തന്നത്. ഈ രീതിയിൽ എന്താ നമ്മൾ കോഡ് ചെയ്യേണ്ടത്? യുനെസ്കോനെ കോഡ് ചെയ്യണം. യുനെസ്കോനെ കോഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? 2-3 മെത്തേഡ് ഉണ്ട്. ഏറ്റവും ഇതിലിപ്പോൾ കണ്ടപ്പോൾ തോന്നിയ സാധനം, ഈ ഒറ്റയടിക്ക് കിട്ടാൻ ഏറ്റവും സുഖമുള്ളത് യു അല്ലേ? ഫസ്റ്റ് ലെറ്റർ യു അല്ലേ? യുവിനെ കോഡ് ചെയ്യുമ്പോൾ യുവിൻ്റെ മുമ്പത്താ വേണ്ടത്. UV അല്ലേ? അപ്പോൾ V അല്ല, O അല്ല, V അല്ല, പിന്നെ അവിടെയുള്ള T ആണ്. കണ്ടോ? TU. T കഴിഞ്ഞാലാണ് U. അപ്പോൾ യുന്ന് ഇങ്ങോട്ട് -1. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണ്. പെട്ടെന്ന് തന്നെ കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി. ഇനി പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആലോചിച്ചാൽ മതി, ഉത്തരം കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കിയാൽ ഉത്തരം കിട്ടും. ഉത്തരം ഓപ്ഷൻ ബി ആണ്. റെഡി അല്ലേ? റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ അനലോജി തന്നെ, ചിത്രങ്ങളിലെ പിക്ചേഴ്സിലെ അനലോജിയാണ്. ഇങ്ങനെ നിന്നൊരു സാധനം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ കൂർപ്പ് ഈ സെൻറ്റർ ഭാഗത്തേക്കും 2 ഭാഗവും ഒരേപോലെ ചെരിഞ്ഞൊരു സാധനമാണ് ഇത് അല്ലേ? പക്ഷെ പിന്നെ വന്നപ്പോൾ ചെരിവ് എന്താ പറയുക, ഇങ്ങോട്ടാണ് വരാന്നുണ്ടെങ്കിലും, മീൻസ് കൂർപ്പ് ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിലും ചെരിവിൽ ചെറിയ വ്യത്യാസം വന്നു. എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടുണ്ടാവും? അത് ഇങ്ങനെ നിന്നിരുന്ന സാധനം ഇങ്ങനെ ആവണമെങ്കിൽ എത്ര ചെരിഞ്ഞിട്ടുണ്ടാവും? ഈ വരല്ല നോക്കാൻ പറ്റുക. ഇങ്ങനെ കേട്ടോ, ചെറിയ പ്രശ്നം ഞാൻ വരച്ചു കൊടുത്ത് ചെറിയ പ്രശ്നമുണ്ട്. ഇങ്ങനെ സാധനം എത്ര ചെരിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ഇതില്ലേ? നല്ല വ്യത്യാസമല്ലേ? എന്താണെങ്കിലും കറക്റ്റ് അല്ല. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവും വരിക. കറക്റ്റ് അല്ല, പിന്നെ ചെറിയൊരു വ്യത്യാസം കൂടെ അങ്ങനെ ഒന്ന് പൊന്തിക്കണ പോലെ. അതേ രീതിയിൽ നോക്കുമ്പോൾ ഇത് കണ്ടോ, ഇതെങ്ങനെയാവും ശരിയാ? ഇത് ചെരിയുമ്പോൾ ഇങ്ങനെ നിന്നൊരു സാധനം ചെരിഞ്ഞിട്ട് കറക്റ്റ് സെൻട്രലാവും. കാരണം ഒരു 90 ഡിഗ്രി അല്ല, എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. 180 അല്ല, ആ ഒരു രീതിയിലുള്ള ഒരു ചെറിയ ചെരിവാണ് ഇവിടെ ഫീൽ ചെയ്യുക. അപ്പോൾ കറക്റ്റ് ഇങ്ങനെയല്ല നിൽക്കണത്, ഒന്നുകൂടെ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇത് ഇങ്ങനെ നിൽക്കുന്ന സാധനം എങ്ങനെ നിൽക്കും? ഇങ്ങനെ നിൽക്കും. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇതല്ല. കാരണം എന്താ? ഒറ്റ ഈ ചെരിവ് വെച്ചിട്ട് നമ്മൾ വെറുതെ ഓപ്ഷൻ നോക്കുമ്പോൾ ഇതല്ല എന്ന് പറയാനുള്ള കാരണം എന്താ പറയാനുള്ള കാരണം? ഇങ്ങനെ വന്ന് ഇങ്ങനെ, ഇത് രണ്ടും സെയിം അല്ലേ? ഇത് സെയിം ആവണമെങ്കിൽ ചിത്രം ഇങ്ങനെ ആവണം. ഇതിങ്ങനെ അല്ലല്ലോ. ഇതും സെയിം ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഇതല്ല. പിന്നെ ഒരു ചെരിവ് അങ്ങോട്ട് നിൽക്കുന്ന സാധനം ഒന്ന് ഇതുമാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇത്ര ചെരിഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെരിവ് വന്നിട്ടുള്ളൂ. പക്ഷെ അത്ര ഒന്നുമല്ലല്ലോ, ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു വന്നൊരു സാധനമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് എന്താ പറയുക, കുറച്ചൊന്ന് ഇരുന്ന് ആലോചിച്ചാൽ കിട്ടും. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, എന്നാൽ അത്ര സിമ്പിളും അല്ല. എന്തോ ഒരു ചെറിയൊരു ചെരിവ് മിസ്റ്റേക്ക് വന്നൊരു സാധനം അല്ലേ? ഓപ്ഷൻ ബി ആണ് ഉത്തരം കേട്ടോ, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 84. വീണ്ടും അനലോജി തന്നെ, ചിത്രങ്ങളിലെ അനലോജി നോക്കാം. എന്തെങ്കിലും സാമ്യതകൾ ഉണ്ടാവും. അനലോജിയിൽ ഷെയ്ഡഡ് ഭാഗം കണ്ടോ? ഷെയ്ഡഡ് ഭാഗം അനലോജി ആയപ്പം ഇപ്പുറത്തേക്ക് മാറി, നേരെ ഓപ്പോസിറ്റേക്ക് മാറി. ഇവിടെ ഉള്ള ഷെയ്ഡിനെ ഇങ്ങോട്ടേക്ക് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ഷെയ്ഡ് ഈ ചിത്രത്തിൽ എന്താവും? ഇവിടെ ആവും അല്ലേ? അപ്പോൾ ഇതല്ല, ഇതുമല്ല.
രണ്ട് ഓപ്ഷൻ ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് ഓപ്ഷൻ വെച്ച് നോക്കിയാലോ. എയും സിയും രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇതിൽ വേറെ എന്തൊക്കെ പ്രത്യേകത ഉള്ളത്? ഇത് സെയിം ആണ് അല്ലേ. സർക്കിളിനുള്ളിലുള്ള ഇനി നോക്കിയിട്ട് കാര്യമില്ല, പുറത്തുള്ള ആ ചെറിയ കറുപ്പ് ഡോട്ട് മാത്രം ഇനി നോക്കാൻ പറ്റും. അതിനെന്തെങ്കിലും പ്രത്യേകത നോക്കുക. അതായത് ഇവിടെ ഉണ്ടായിരുന്ന മഞ്ഞ, സോറി മഞ്ഞ, ഞാൻ മഞ്ഞ വരച്ചതാട്ടോ. മഞ്ഞ അയക്കണ്, മഞ്ഞായി വരുന്നുണ്ട്. 3 മണിയല്ലേ, സമയം 3 മണി. അതിൻ്റെ ഒരു എല്ലാ കിളിത്തരങ്ങളും സ്വഭാവത്തിലുണ്ടാവും, സഹിക്കേണ്ടി വരും. ഇവിടെ ഒരു മഞ്ഞ, വീണ്ടും മഞ്ഞ. ഇവിടെ ഒരു കറുപ്പ് ഡോട്ട് കണ്ടോ. ഇത് അനലോജി വന്നപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള സർക്കിളിൻ്റെ ഉള്ളിലേക്ക് അത് മാറുകയാണ്. കണ്ടോ, ഈ സാധനം ഇവിടേക്ക് മാറുകയാണ്. അതേപോലെ ഇവിടെ ഒരു 2 കുത്തുണ്ട്, അത് ഇപ്പുറത്ത് എന്തേക്കും ഈ ഭാഗത്തൊക്കെ അല്ലേ ഉണ്ടാവുക. നേരെ ഓപ്പോസിറ്റുള്ള കള്ളിൻ്റെ അങ്ങേ മൂലക്കല്ലേ ഉണ്ടാവുക, ഇവിടെ അല്ലേ ഉണ്ടാവുക. അങ്ങനെയുള്ള ഏതിലാ? സിയിലല്ല, കാരണം സി ഇവിടെയാണ്. കണ്ടോ, ഏലാണ് വരിക. കണ്ടോ, ഏലാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻ എന്താ ഉത്തരം? എ ആണ് ഉത്തരം. ഓക്കെ അല്ലേ, റെഡി അല്ലേ? 84. ഇനി 6 ക്വസ്റ്റ്യനോടെ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇപ്പം തീരും, പരിപാടി ഫുള്ള് തീരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നു. 85ാമത്തെ ക്വസ്റ്റ്യൻ. 85ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഒരു സീരീസ് ആണോ, അനലോജി ആണോ, അതോ ഇനി വേറെ എന്തെങ്കിലും കുണ്ടാമണ്ടികളാണോ, ഒന്നും പെട്ടെന്ന് തിരിച്ചറിയാത്തൊരു വല്ലാത്തൊരവസ്ഥ തന്നെ. എന്തായാലും വെറുതെ നോക്കട്ടോ, നമുക്ക് വെറുതെ നോക്കാം. ഇതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ സാധനം. രണ്ടാമത്തേൽ ഇങ്ങനെ സാധനം. ഒരു സീരീസ് പോലൊക്കെ ഉണ്ട്. ഇതെന്താണിത്? ഇത് വെറുതെ കൂട്ടി വെക്കാം നമുക്ക്. കൂട്ടിട്ട് ഇവിടെ ഞാൻ കൂട്ടലാണ്. ഇത് സമം. അപ്പം ഇതൊക്കെ കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ശരിക്കും ഇപ്പം എന്താ ഒരു സർക്കിളായി. പിന്നെ ഒരു സൈഡിലൊരു കട്ടി കൂടില്ല. കണ്ട, ഇവിടെ ഇങ്ങനെ ഒരു പീസും പിന്നെ ഇങ്ങനെ ഒരു പീസും. അപ്പോൾ ശരിക്കും മേലെ ഒരു കട്ടി കൂടണ്ട. ഇത് കണ്ടോ, ഇത് 2 ലൈന് വരേണ്ട കൊടുത്ത് ബാക്കാവണില്ല. എത്തിച്ചാ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ വരേണ്ട സ്ഥലത്ത് ഇവിടെ 2 ലൈന് വരേണ്ട കൊടുത്ത് ഇവിടെ ഒറ്റ ലൈൻ ഇല്ലാത്ത അവസ്ഥ വന്നു. കണ്ട, ഒറ്റ ലൈൻ ഇല്ല. അതേപോലെ അടുത്ത ചിത്രം നോക്കുക. അടുത്ത ചിത്രത്തിലൊരു കുത്തും വന്നില്ലേ, നടുവിലൊരു കുത്തും വന്നു. നോക്കാം. അതായത് ഇതൊക്കെ കൂടെ കൂട്ടുകയാണെങ്കിൽ എന്താവും വരിക? ഇങ്ങനെ ആദ്യത്തെ ചിത്രത്തിൽ ഇതണ്ട, ഇത് ഇവിടെ വന്ന് ഒരു കുത്തും ഉണ്ടായിരുന്നു, ഒരു വര കുത്ത്. പിന്നെ രണ്ടാമത്തേൽ ഫുള്ള് 1 2 3 4. ലാസ്റ്റ് വന്ന ചിത്രത്തിൽ എന്താ ഇപ്പം ഉണ്ടായത്? ഈ 2 ഉള്ളിടത്ത് ക്യാൻസലായി, ഈ 2 ഉള്ളിടത്ത് ക്യാൻസലായി. അതായത് 2 വരുമ്പോൾ കൂട്ടേണ്ട സാധനം 2 ഒക്കെ വരികയാണെങ്കിൽ കുറക്കുകയാണ്, 0 ആക്കുകയാണ്. സിമ്പിൾ അല്ലേ? നോക്കി നോക്ക്, ഇതേപോലെ നോക്കി നോക്ക്. ഇങ്ങനെ, പിന്നെ ഇങ്ങനെ ഒരു വട്ടം കൂടെ. ഇനിയിപ്പോൾ ഏതൊക്കെ 2 വന്ന് വട്ടം 2 വന്ന് വട്ടം ക്യാൻസൽ, വട്ടം ഉണ്ടാവൂല. പിന്നെ മേലെ 2 വര വന്ന് മേലത്തെ വര ക്യാൻസൽ, മേലെ വര ഉണ്ടാവില്ല. ബാക്കിയുള്ള സൈഡിലൊക്കെ വരണ്ട്. ഇവിടെ മേലെ വരല്ല, ഇവിടെയും വരല്ല. അതുകൊണ്ട് ഇതുമല്ല, ഇവിടെ മേലെ വരല്ല, ഇത് ശരിയാണ്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും എന്തുണ്ട്? വരണ്ട്. ഉത്തരം എന്താണ്? സി ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പാറ്റേൺ കംപ്ലീഷൻ. ഒരു ചിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് വെട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് ഒരു 3 ചിത്രം കൂടെ വെച്ചിട്ട് ഇനി ഇത് ഏതാണ് ചിത്രം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് കൊണ്ടുപോയി വെച്ചാളി, എന്തെല്ലാണ്ട് കാട്ടിക്കാളി. നമുക്ക് ഒരു വേണ്ടാത്ത പരിപാടികളാണ് ഇതൊക്കെ. നോക്കാം, ഉത്തരം ചെയ്യാൻ നോക്കാം. ഉത്തരം ചെയ്യുമ്പോൾ പൊതുവെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ രീതി ചിത്രമായിട്ട് വരക്കല. അപ്പോൾ ഉദാഹരണം പറയാം. സർക്കിൾ ഇരുന്നത് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി ഇങ്ങനെ വരും. അയ്യോ, ഭയങ്കര ചിത്രം വര അതിൻ്റെ ഒരേ പ്രശ്നങ്ങളുണ്ട്. ഒരു വര വരും, പിന്നെ ഇതൊരു സ്ക്വയർ ചെയ്യുന്നപ്പോൾ ഇത് ഇങ്ങനെ വരക്കുക, പിന്നെ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടുക, ഇത് ഇങ്ങോട്ട് കൂട്ടുക, പിന്നെ ഇപ്പോൾ ഇങ്ങനെ ചിത്രം നോക്കാം. ഏകദേശമൊക്കെയാണ്. ഇതിൻ്റെ ഒരു കയ്യിൻ്റെ ഒരു വേറെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കളർ ഇങ്ങനെ റെഡി അല്ലേ? ഓപ്ഷൻസ് നോക്കുക. വെറുതെ ഓപ്ഷൻസ് നോക്കുമ്പോൾ
ഇതിൽ സി അല്ല, സി പൊട്ടത്തരാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. സി എന്തായാലും അല്ല, സി ക്യാൻസൽ ചെയ്തു. ബി ആണ് നോക്ക്. ബിയിൽ വന്നൊരു ചിത്രത്തിന് ഒരു കോലം കണ്ടങ്ങൾ. ബിയിൽ വന്നത് ആ സ്ക്വയർ ഓക്കെയാണ്, സർക്കിൾ ഓക്കെയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇങ്ങനെ ഇങ്ങനെ രണ്ട് സാധനം കണ്ടോ? എല്ലാത്തിലും എല്ലാത്തിലും കണ്ടോ? ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ വരുന്നത് അങ്ങനെയാണ് ഇങ്ങനെ വരിക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വന്നത്, ഇങ്ങനെയാണ് വരേണ്ടത്. ഇവിടെ ഇങ്ങനെയല്ല വന്നത്, ക്യാൻസൽ ചെയ്ത്. ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്, ഇവിടെ ഓക്കെയാണ്. ഇനി ഇത് രണ്ടും വെച്ച് വെറുതെ അടുത്തും കൂടെ നോക്കിയാൽ മതി, അപ്പം തന്നെ കറക്റ്റ് ആവും. കാരണം എന്താ പറയുക, ഇത് കണ്ടോ? ഇതിലൊക്കെ ഉള്ളിലുള്ള ചെറിയ സ്ക്വയറിൻ്റെ ഉള്ളിലുള്ള ചെറിയ സ്ക്വയറിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു ചെറിയ വര പോകുന്നുണ്ട്. കണ്ടോ? അങ്ങനെ ഒരു വര പോകുന്നുണ്ട്. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. എവിടെ? ഓപ്ഷൻ എയിൽ അതല്ല സംഭവിക്കുന്നത്. കണ്ടോ? ഇതിനുള്ളിൽ കൂടെ ഒന്നും പോണില്ല, എല്ലാത്തിനും ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. കണ്ടോ? ഇതിനുള്ളിൽ കൂടെ പോണില്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 87ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സ്കൂളിൻ്റെ വിജയ ശതമാനം 96%. ഒരു സ്കൂളിൽ എത്രയോ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളതിൽ 96% ആൾക്കാർ എന്ത് ചെയ്തു? ജയിച്ചു. ഇപ്പം എത്ര ശതമാനം തോറ്റു? 4%. തോറ്റാപ്പെട്ടികൾ 4% തോറ്റു. ഈ സ്കൂളിൽ 5 കുട്ടികൾ തോറ്റു. 4% കുട്ടികൾ എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികളാണ്? 5 കുട്ടികളാണ്. 4% എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികളാണ്? 5 കുട്ടികളാണ്. ചോദ്യം എന്താ? സ്കൂളിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? തോറ്റാപ്പെട്ടികൾ 4% ആയിരുന്നു. 4% എന്ന് പറഞ്ഞാൽ 5 കുട്ടികളാണ്. 4% എന്ന് പറഞ്ഞാൽ 5 കുട്ടികളാണെങ്കിൽ 40% എത്ര കുട്ടികളാണ്? 50 കുട്ടികൾ ഇൻറ്റു 10. അങ്ങനെയാണെങ്കിൽ 80% എത്ര കുട്ടികളാണ്? 100. എത്ര ശതമാനം കൂടെ വേണം? 80% എത്ര ശതമാനം വേണം? 20% കൂടെ വേണ്ടേ? 20% എന്ന് പറഞ്ഞാൽ ഈ 40ൻ്റെ പകുതിയല്ലേ 20, അങ്ങനെ 80ൻ്റെ പകുതി 25. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 125. ടോട്ടൽ എത്ര കുട്ടികളാണ്? 125 കുട്ടികൾ. നല്ല സിമ്പിളാണ്. 8ാം ക്ലാസ്സായിരിക്കും 7ാം ക്ലാസ്സായിരിക്കും വരെ കിട്ടാൻ സാധ്യതയുള്ള വളരെ സിമ്പിളായ ചോദ്യമാണ്. ആലോചിച്ചാൽ കിട്ടും. ചെയ്ത് പഠിക്കണം. മാത്സ് നല്ല സ്പീഡാക്കിയാൽ കിട്ടും. ഓക്കെ, 87ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 88ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. 88ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ജോലി 40 പേർക്ക് 18 ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യുന്നത് കൊണ്ട് തീർക്കാൻ സാധിക്കുമെങ്കിൽ, എന്തോ ഒരു പണിയാണ്, വലിയ പണിയാണ്. ആ പണി 40 ആൾ കൂടിയിട്ടാണ് പണിയെടുക്കുന്നത്. 18 ദിവസം പണിയെടുക്കുന്നുണ്ട്, 8 മണിക്കൂർ പണിയെടുക്കുന്നുണ്ട്. 18 ദിവസം 8 മണിക്കൂർ. ഈ 40 ആൾ. ഒരു ഉദാഹരണം പറയാൻ, ഒരു തെങ്ങ് തടം പറ്റൂല. തെങ്ങ് തടം പറ്റുമോ? തെങ്ങ് തടം പറ്റൂല. അത് പെട്ടെന്ന് തീരില്ല, ഒരു ദിവസം കൂടി തീരും. വലിയ എന്തോ പണിയാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു ഏറ്റവും എളുപ്പമില്ലാത്ത പണിപ്പേതാ? എന്തോ ഒരു മല, ഒരു കുന്ന് പൊളിച്ചിടാൻ പോവാണ്. കുറച്ച് ആളുകൾ ചേർന്ന് കുന്ന് പൊളിച്ചിടാൻ പോവാണ്. കുന്ന് പൊളിച്ചിടുമ്പോൾ 40 ആൾ 40 ഭാഗത്ത് ഇങ്ങനെ ചുറ്റോട്ട് 40 ആൾ പണിയെടുക്കുകയാണ്. 18 ദിവസം പണിയെടുക്കുന്നുണ്ട്, 8 മണിക്കൂർ പണിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ 8 മണിക്കൂർ 18 ദിവസം 40 ആൾ ചെയ്യുന്ന ഒരു പണി 30 ആളാവുകയാണ്. 30 പേരടങ്ങുന്ന ടീം ഇരട്ടി സമയം ഉപയോഗിച്ചു. എന്താ ഇരട്ടി സമയം എന്ന് പറഞ്ഞാൽ? 8 മണിക്കൂറുള്ള സമയം 16 മണിക്കൂർ ഉപയോഗിക്കാൻ പോവാണ്. അതായത് ആദ്യം ഉണ്ടായിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ 40 ആള് 18 ദിവസം 8 മണിക്കൂർ കൂടി ചെയ്തിരുന്ന പണിയായിരുന്നു. ആ സാധനം കുറഞ്ഞിട്ട് എന്താ കുറഞ്ഞേ? ആളെ എണ്ണം കുറഞ്ഞ് 30 ആളായി. പകരം എന്ത് കൂടി? സമയം കൂടി. 8 കൂടി 16 ആയി. എത്ര ദിവസമാണെന്ന് പറയണില്ല, അതാണ് കണ്ടെത്തേണ്ടത്. ദിവസത്തിന് എന്തെടുക്കും? വെറുതെ ഞാൻ ഡി എന്ന് എടുക്കുന്നുണ്ട്. ഡി. അപ്പോൾ ഈ എക്സ് എടുത്ത് നിങ്ങൾക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം. എക്സിന് ആർക്കും പറ്റില്ല, അത് വേറെ വിഷയം. ഡി എടുക്കണം എന്തുകൊണ്ടാ? ഡേ വെറുതെ പെട്ടെന്ന് കിട്ടാൻ എനിക്കൊരു സുഖത്തിന്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും?
ഡി കണ്ടെത്താൻ പറ്റും. നമുക്കറിയാം ഇക്വേഷൻ സമം അങ്ങനെ വന്നാൽ ഇങ്ങനെ ആണ്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്നാലും വെറുതെ ഞാൻ അങ്ങനെ വെട്ടി ചെറുതാക്കി കളിച്ചു നോക്കാം. നമുക്ക് ഇവിടെ 40 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്. ആദ്യം ഈ 4 3 10 10ന് ഗുണം 40 30 0 കൊണ്ട് വെട്ടിട്ടേനെ. നിങ്ങൾക്ക് മനസ്സിലാവുമോന്ന് അറിയില്ല, മനസ്സിലാക്കി കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇങ്ങനെ അടിയിൽ വരച്ച് ഈ 30 ഇങ്ങോട്ട് ഇൻറ്റു 30 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ബൈ 30 ഇൻറ്റു 16 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ബൈ 16 ചെയ്യേണ്ടില്ല. അതിനൊക്കെ സുഖതാണ്. അപ്പോൾ 4 3 അവിടെ ഉണ്ട്. ഇനി 16 വെട്ടാൻ പോവാണ്. 16 വെട്ടി ഞാൻ പകുതിയാക്കി. എത്രയായി പകുതി പറഞ്ഞാൽ 8ആയി. അപ്പോൾ ഇവിടെ വെട്ടി ഇത് 9ആയി. വെറുതെ ഇവിടെ 8 ഇട്ടുണ്ട്, 8 ഇട്ടുണ്ട് ക്യാൻസലാക്കി. ഇനി ഇവിടെ 3 ഉണ്ട്, 3 9 ക്യാൻസലാക്കി. ഇവിടെ 3ആയി. അപ്പോൾ 4 × 3 4 × 3 എത്ര? 12 സമം ഡി. എത്ര ദിവസം? 12 ദിവസം. 12 ദിവസം. ഓക്കെ അല്ലേ? ഇത് സിമ്പിളാണ്, ചെയ്ത് നോക്കിയാൽ ഉത്തരം കിട്ടും. ജസ്റ്റ് എന്താ പറയുക, ആദ്യത്തെ ജോലി 40 ആൾ 18 × 40 × 8 സമം 30 × 16 × ഡി എന്ന് എഴുതി. നിങ്ങളെ പഠിച്ചതേ മെത്തേഡ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പഠിച്ചതേ മെത്തേഡ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാണിച്ചു തരാം. 40 × 18 × 8 സമം എന്തായിരുന്നു? 30 × 16 × ഡി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഡി തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഡി മാത്രം മതി സമത്തിൻ്റെ അപ്പുറത്ത്. ബാക്കിയുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? ഇവിടുന്ന് ഇവരെങ്ങോട്ട് കൊണ്ടുവരണം. ഇവരെങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ ബൈ ആവും. കാരണം ഇവിടെ ഇൻറ്റു വരുന്നു. 30 × 16 ആവും. ഇനി വെട്ടാലോ? ഇതാ വെട്ടി. ഒന്നാമത്തെ വെട്ടി. ഇതിനെ വെട്ടി 8 ആക്കി. ഇതിനെ വെട്ടി 9 ആക്കി. പകുതിയാക്കി 2 നമ്പറിനെ. പിന്നെ 8 8 വെട്ടി. ഈ 9 3 വെട്ടുമ്പോൾ 9 3 എത്ര വട്ടം ഉണ്ട്? 3 വട്ടം. 3 3 ഒരു വട്ടം. ഇവിടെ 1ആയി. ബൈ 1 ആയി. ഇത് ഫുള്ള് ക്യാൻസലായി. മേലെ 4 × 3 സമം 12 സമം ഡി. ഓക്കെ അല്ലേ? അങ്ങനെ ചെയ്യാം. 12 ഉത്തരം കിട്ടി എന്ന് വിചാരിക്കുന്നു. 2 ക്വസ്റ്റ്യനോടെ നമുക്ക് ബാലൻസ് ഉള്ളൂ. 2 ക്വസ്റ്റ്യനോടെ ബാലൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഹായ്, എന്താ ഇപ്പം ഇത്? വായിച്ചാൽ തീരാത്ത കുറേ ചോദ്യങ്ങളും. ഞാനിതിൽ മലയാളമാണ് കൂടുതലും പറയണത് കേട്ടോ. മലയാളം മനസ്സിലാവുമെന്ന് വിചാരിച്ച് പറയാണ്. കാരണം പ്രത്യേകിച്ച് അതിൽ ഇംഗ്ലീഷ് ടേമുകളൊന്നും ഉപയോഗിക്കാനൊന്നും ഇല്ല. അതുകൊണ്ടാണ്. അടുത്തത് 89ാമത്തെ ക്വസ്റ്റ്യൻ. 8 മീറ്റർ നീളവും 7 മീറ്റർ വീതിയുമുള്ള ഒരു ഗ്രൗണ്ടിനുള്ളിലായി 8 മീറ്റർ നീളം. അങ്ങനെ സാധനം 8 7 മീറ്റർ വീതി. ഒരു ഗ്രൗണ്ട് ഇങ്ങനെ ഒരു ചതുര ഗ്രൗണ്ടാവും. നീളം വീതിയും പറയുമ്പോൾ ചതുരാവും. 1 മീറ്റർ വീതിയിൽ ടൈലുകൾ കൊണ്ട് 1 മീറ്റർ വീതിയിൽ എവിടെയാണ്? ഗ്രൗണ്ടിനുള്ളിലാട്ടോ. ഇങ്ങനെ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് ഇങ്ങനെ 1 മീറ്റർ ഡിസ്റ്റൻസിൽ ഇവിടെ ഇങ്ങനെ വരക്കും, ഇവിടെ ഇങ്ങനെ വരക്കും, ഇവിടെ ഇങ്ങനെ വരക്കും. 1 മീറ്റർ വീതിയിൽ ടൈലുകൾ കൊണ്ട് ഇവിടെ ഇങ്ങനെ ടൈലുകൾ കൊണ്ട് നടപ്പാത നിർമ്മിച്ചാൽ, ഇവിടെയൊക്കെ നടപ്പാത നിർമ്മിക്കുകയാണ്. ഇത് നടപ്പാത കേട്ടോ, ഈ കളർ കാണണേ. 20 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള എത്ര ടൈലുകൾ പതിക്കേണ്ടി വരും? നല്ല ചോദ്യം. ചോദ്യം ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് വരുന്നത് ചിത്രം. ഇങ്ങനെയാണ് വരിക. ഇവിടെ 8 ഇവിടെ 7 എടുത്തിട്ടുണ്ട്. 1 മീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ 1 മീറ്റർ ആയാൽ ഇവിടെയും 1 മീറ്റർ അല്ലേ? ഇവിടെ 1 മീറ്റർ, ഇവിടെ 1 മീറ്റർ. അപ്പോൾ ഉള്ളിലെ ഗ്രൗണ്ടിൻ്റെ നീളം വീതിയൊക്കെ നല്ലോണം കുറയും. എങ്ങനെ കുറയാ? ഇവിടെ 7 ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 മീറ്റർ കട്ടാവുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 മീറ്റർ കട്ടാവുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ടോട്ടലുള്ള 7 ഇവിടെ 1 മീറ്റർ പോയി, ഇവിടെ 1 മീറ്റർ പോയിട്ട് ഇത് എത്ര ഉണ്ടാവും? 5 മീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇത് 5 മീറ്ററാണ്. ഇത് 5 മീറ്ററായി. ഓക്കെ അല്ലേ? അതേപോലെ സൈഡ് പോയിട്ടുണ്ടാവില്ലേ? ഈ സൈഡ് പോയിട്ടുണ്ടാവും. എങ്ങനെ? ഈ ടോട്ടൽ 8 ഉണ്ടായിരുന്നത് ഇവിടെ 1 മീറ്റർ, 1 മീറ്റർ കുറഞ്ഞു. ഇവിടെയും 1 മീറ്റർ കുറഞ്ഞു. അതായത് ടോട്ടൽ ഇവിടെ എത്രയാണ്? 6 മീറ്ററായി ചുരുങ്ങാണ്. 6 മീറ്റർ. ഇത് 6 മീറ്ററായി ചുരുങ്ങാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ട് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 8 മീറ്റർ 7 മീറ്ററിൻ്റെ ഗ്രൗണ്ട് ഉള്ളിലേക്ക് ചുരുങ്ങി 5 മീറ്റർ 6 മീറ്റർ ആവുകയാണ്. ബാക്കിയുള്ള സ്ഥലം മുഴുവൻ എന്തായി മാറുകയാണ്? നടപ്പാതായി മാറുകയാണ്. ഇനി നടപ്പാതൻ്റെ നീളം വീതിയൊക്കെ നോക്കാം നമുക്ക് വെറുതെ കേട്ടോ. ഞാനിങ്ങനെ 4 കഷ്ണാക്കി മുറിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒന്നിന് മുറിച്ചു, ഇവിടെ ഇങ്ങനെ മുറിച്ചു. ഇനി ഈ ഒരു ചതുര പീസ്, ഇതേപോലത്തെ ഒരു ചതുര പീസാണ് ഇത്. റെക്റ്റാങ്കിൾ ഷേപ്പാണ്. ഇതിൻ്റെ നീളം എത്ര? ഇത് എത്രയാണ്? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് എത്രയാണ്?
7 7. വീതി 1, 7 × 1 എത്ര മീറ്ററാ? 7 മീറ്റർ സ്ക്വയർ. പഠിച്ചിട്ടുണ്ടാവും. 7 മീറ്റർ സ്ക്വയർ ആണിത്, 7 മീറ്റർ സ്ക്വയർ. അതേപോലെ ഇവിടെയും 7 മീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? പിന്നെ ഈ ചെറുത് നോക്കുക, ചെറുത് ഈ ചെറുത് എത്ര? 6 മീറ്ററും ഇവിടെ 1 മീറ്ററും. അപ്പോൾ 6 × 1 6 മീറ്റർ സ്ക്വയർ. ഇതും 6 മീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? അതായത് നടപ്പാതന നമ്മൾ 4 കഷ്ണാക്കി, 4 ചതുര കഷ്ണങ്ങളാക്കി. അതിൽ 2 എണ്ണം 7 മീറ്റർ സ്ക്വയറും 2 എണ്ണം 6 മീറ്റർ സ്ക്വയറും ആക്കിയിട്ടുണ്ട്. അത് ഇത് കാണിച്ചു തരാം. ഏഴ് മീറ്റർ സ്ക്വയർ 7 മീറ്റർ സ്ക്വയർ 6 മീറ്റർ സ്ക്വയർ 6 മീറ്റർ സ്ക്വയർ, ഇങ്ങനെ 4 പീസാക്കി. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യണേ? 20 സെന്റിമീറ്റർ നീളം വീതിയുള്ള എത്ര ടൈല് കാണാം? 20. ഇവർക്ക് ഇതൊരു മീറ്ററൊക്കെയാണ് നല്ല സുഖമാണ്. ആണ്ട് ഇതൊക്കെ കൂടെ കൂട്ടിയ പരിപാടി ഒന്ന് പെരപ്പോ. ഇതിപ്പോൾ 7 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ഈ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അർത്ഥം? 7 മീറ്റർ സ്ക്വയർ എന്താവും? കണ്ടോ, ഇവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ വിവരിച്ച് പറഞ്ഞു തന്നെ. അതായത് ഇങ്ങനെ 7 മീറ്ററാണ് ഇതുള്ളത്. ഇതിനെ 1 2 3 4 5 6 7 ഇങ്ങനെ 7 മീറ്ററാണ് ഇതിനുള്ളിൽ ഉണ്ടാവുക. ഇവിടെ 1 മീറ്റർ ഉണ്ടാവുക. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈല് കൊള്ളും? 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയാണ് വിചാരിച്ചു. 1 മീറ്റർ നീളം 1 മീറ്റർ വീതിയാണെങ്കിൽ 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 × 20 സെൻറ്റിമീറ്റർ അല്ല 1 മീറ്റർ. 100 സെൻറ്റിമീറ്റർ അല്ല 1 മീറ്റർ. അപ്പോൾ ഇവിടെ 5 കഷ്ണം, ഇവിടെ 5 കഷ്ണം. അതായത് ഇതിനുള്ളിൽ ടോട്ടൽ എത്ര കഷ്ണം ഉണ്ടാവും? 25 കഷ്ണം ഉണ്ടാവും അല്ലേ? അതായത് 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുള്ള ഒരു സമചതുരത്തിനുള്ളിൽ 25 എന്തുണ്ടാവും? 20 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള ടൈലുകൾ ഉണ്ടാവും അല്ലേ? നമുക്കിവിടെ ടോട്ടൽ എത്ര മീറ്റർ സ്ക്വയറാണ് ഉള്ളത്? 7 മീറ്റർ സ്ക്വയർ ഉണ്ട്, 7 മീറ്റർ സ്ക്വയർ ഉണ്ട്, 6 അല്ലേന്നോ? 6 മീറ്റർ സ്ക്വയർ ഉണ്ട്, 6 മീറ്റർ സ്ക്വയർ ഉണ്ട്. 6 അല്ലേന്നോ? യെസ്, 7 മീറ്റർ സ്ക്വയറും 6 മീറ്റർ സ്ക്വയർ. ടോട്ടൽ 7 7 14 10 24 രണ്ടും 26 മീറ്റർ സ്ക്വയർ ഉണ്ട്. 1 മീറ്റർ സ്ക്വയറിനുള്ളിൽ 25 ആണെങ്കിൽ 26 മീറ്റർ സ്ക്വയറിനുള്ളിൽ 26 × 25 ആവും. എത്രയായി? 25 × 25 അറിയില്ലേ? 625 പ്ലസ് 25 650 ടൈലുകൾ വേണ്ടി വരും. ക്വസ്റ്റ്യൻ നല്ല തല തിരിയണ ക്വസ്റ്റ്യനൊക്കെയാണ്. ഒന്ന് ആലോചിച്ചാൽ, വളരെ കാമായിട്ടിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. എങ്ങനെ കിട്ടും? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ചതുരത്തിലുള്ള ഗ്രൗണ്ടിൻ്റെ നടപ്പാതന വരച്ചു മാറ്റിയതിന് ശേഷം അതിലുള്ള പിന്നെ നീളവും വീതിയും വെച്ച് നടപ്പാതന നമ്മൾ 4 പീസാക്കി. മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, 4 പീസാക്കി. ആ ഒരു ഏരിയയിൽ ടൈൽ എത്ര എണ്ണം വെക്കേണ്ടി വരും എന്ന് ജസ്റ്റ് പ്ലാൻ ചെയ്തപ്പം എന്ത് കിട്ടി? 650 ടൈലുകളാണ് കിട്ടി. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ബോർഡ് മാസ്. എന്താ ബോർഡ് മാസ്? നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ വഴി ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ചോദ്യം 48 ഹരിക്കണം 8 ഗുണിക്കണം 3 + 16 - 2 = 35. നമ്മൾ ഇതുവരെയുള്ള മാറ്റല്ല, ഇന്ന് ഫുള്ള് മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാച്ചാട്ടോ. കുറച്ചൊക്കെ ഒന്ന് തല അങ്ങനെ പുകയും, മറ്റേ ടോമാജറിലൊക്കെ പോണ പോലെ ഇടയ്ക്ക് ഇങ്ങനെ ഇതിനുള്ള ഒരു പുക അങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല പുക പോകണം, പക്ഷെ എനിക്കെല്ലാം അറിയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ചോദ്യം ചെയ്ത് നോക്കാം. 48 ഹരിക്കണം 8 ഗുണിക്കണം 3 + 16 - 2 = 35. ചോദ്യം ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലിയ രസമുള്ളത് ഏത് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാൽ ഇത് 35 ആണെന്ന് കിട്ടുന്ന ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷൻ നോക്കേണ്ടി വരും. വെറുതെ ഇവിടെ എങ്ങനെ വെച്ചിരുന്നു അല്ലേ? വേണ്ട, ഇതിനകത്ത് ലോജിക്കലായിട്ട് ഇങ്ങനെ വെറുതെ ആലോചിച്ച് നോക്കുക.
ഇപ്പം 48-നെ ഇതിപ്പോൾ നോർമൽ ഒരു സാധനമാണെങ്കിൽ ആദ്യം ചെയ്യാനുള്ള എന്താവും? 48-ന് 8 ഹരിക്കലാവും. 48-ന് 8 ഹരിച്ചാൽ എന്താ കിട്ടുക? 6 കിട്ടും. 6 × 3 പറഞ്ഞാൽ 18 കിട്ടും. 18ഉം 16ഉം കൂട്ടിയാൽ 34 കിട്ടും അല്ലേ? 18ഉം 16ഉം കൂട്ടിയാൽ 34 കിട്ടും. 2 കുറച്ചാൽ 32 കിട്ടും. അപ്പോൾ ഇങ്ങനെ എന്തായാലും ആവൂല. ഓപ്ഷൻസിൽ എന്തെങ്കിലും ഉത്തരം ഉണ്ടാവും. അപ്പം നമുക്ക് വെറുതെ ഇനിയിപ്പോൾ ഹരിക്കാൻ, അതായത് ഹരണത്തിൻ്റെ ചിഹ്നം മാറ്റിയിട്ടാണെങ്കിൽ എങ്ങോട്ടൊക്കെ മാറ്റണം നോക്കുക. ഒന്ന് ഹരണം പ്ലസിൻ്റെ ഒപ്പമാണ് മാറ്റണേ, ഒന്ന് ഹരണം മൈനസിൻ്റെ ഒപ്പം മാറ്റണേ അല്ലേ? അപ്പോൾ ഹരണം മൈനസും കൂടെ മാറ്റാണ് വിചാരിച്ചോളൂ. ഹരണം മൈനസും കൂടെ മാറ്റുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, മാറ്റാൻ പറ്റും. കാരണം എന്താ? 16-നെ ഹരിച്ചാൽ 2, 16-നെ 2 ഹരിച്ചാൽ 8 കിട്ടും. അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. ഹരണം പിന്നെ പ്ലസിനായിട്ട് മാറ്റാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാ? 3 ഹരിക്കണം 16 വരാൻ പറ്റുമോ? ഒന്നാ കിട്ടൂല. അപ്പോൾ ഇത് തെറ്റാണ്. ഇങ്ങനെ ഒരു സാധനം പറ്റൂല. അത് ക്യാൻസൽഡ് സാധനമാണ്. ഇത് പറ്റൂല, വെട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. 4ാമത്തെ ഓപ്ഷൻ അല്ലാന്ന് ഉറപ്പിക്കുകയാണ്. ഇനി അടുത്തത് ഇൻറ്റു മൈനസും കൂടെ പറ്റുമോ? അത് ചിലപ്പം പറ്റായൊന്നുമില്ല അല്ലേ? എന്തായാലും നമുക്ക് ഹരണം വെച്ചിട്ടാണ് ഏറ്റവും എളുപ്പത്തിൽ പിന്നെ ക്യാൻസലാക്കാൻ പറ്റുമോ നോക്കാൻ പറ്റുള്ളൂ. എന്തായാലും അത് വെച്ചിട്ട് നമുക്കൊന്ന് ഹരണം മാത്രമുള്ള ഹരണവും മൈനസും ഓപ്ഷൻസിലുള്ള ആ സാധനം ചെയ്തു നോക്കാൻ പോവുകയാണ്. 48 - 8 × 3 + 16 ഹരിക്കണം 2. അങ്ങനെയാണെങ്കിലോ ആദ്യം ചെയ്യണം ഡിവിഷൻ ചെയ്യണം. വേണ്ടേ? ഡിവിഷൻ ചെയ്യണം. 16 ഹരിക്കണം 2 8 കിട്ടും. പ്ലസ് പിന്നെ ഇൻറ്റു ചെയ്യണം. 24 കിട്ടും. -48. പിന്നെ എന്താ ചെയ്യുക? അഡിഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ? ബോർഡ് മാസ് അഡിഷൻ ആകുമ്പോൾ 24-നോട് 8 കൂട്ടണം. എത്ര? 24 8 32 -48. അല്ല. അപ്പോൾ ഓപ്ഷൻ എയും അല്ല. ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കേണ്ടി വരും. കുറച്ച് പ്രശ്നമാണ്. ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കേണ്ടി വരും. ഇതുമല്ല, ക്യാൻസൽ. ഇനിയുള്ളത് പ്ലസും മൈനസും ആണ്. പ്ലസും മൈനസും മാറ്റിയാൽ പറ്റുമോ? ചെയ്ത് നോക്കാം. 48 ഹരിക്കണം 8 × 3 പ്ലസ് 16 മൈനസ് ആക്കുന്നുണ്ട്, മൈനസ് ഉള്ളത് പ്ലസ് ആക്കുന്നുണ്ട് 2. 48-ന് 8 ഹരിച്ചാൽ എന്താവും? 6 ഇൻറ്റു പിന്നെ 3 - 16 പ്ലസ് 2 അല്ലേ? 6 3 18 18 - 16 പ്ലസ് 2. അല്ല, ഇതുമല്ല. ക്വസ്റ്റ്യൻ തെറ്റിയോ? ഇതുമല്ലല്ലോ, ഇതുമല്ല. ലാസ്റ്റത്തെ ഒരു സാധനം കൂടി ചെയ്ത് നോക്കുള്ളൂ. ഒറ്റ ചെയ്ത് നോക്കുള്ളൂ. ചെയ്ത് നോക്കാൻ പോവാണ്. 48 ഹരിക്കണം 8 × 3 പ്ലസ് 16 മൈനസ് 2 = 35. ഇതിൽ ഇൻറ്റു മൈനസും കൂടെയാണ് മാറ്റണത്. ഇൻറ്റു മാറ്റാൻ പോവാണ്, മൈനസ് മാറ്റാൻ പോവാണ്. പകരം ഇവിടെ മൈനസും ഇവിടെ ഇൻറ്റു ഇടാൻ പോവാണ്. ഇനി ചെയ്ത് നോക്കാൻ പോവാണ്. 48-ന് 8 ഹരിച്ചാൽ 6 - 3 പ്ലസ് 16 × 2. 6 - 3 പ്ലസ് 16 × 2 എത്ര? 32. കിട്ടിയില്ലേ? 6-ന്ന് 3 കുറച്ചാൽ എത്ര കിട്ടും? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് അഡിഷൻ ആദ്യം ചെയ്യുകയാണെങ്കിൽ 3 + 32 ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ 35 കിട്ടും. പിന്നെ അതിന് 6 കുറക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ആദ്യം സബ്ട്രാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 6-ന്ന് 3 കുറച്ചാൽ 3 ആവും, പ്ലസ് 32 ആവും, ആ 35 ആവും. ചെറിയൊരു ഒരു എന്തോ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നതാണ്, വേറെ ഒന്നുമല്ല. ഉത്തരം എന്താണ്? ഇതിൽ 4 ഓപ്ഷൻസ് ഉള്ളതിൽ ഇപ്പോൾ എന്തായാലും ഉത്തരമായിട്ട് നമുക്കൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റില്ല. ഏതാണ്? ഇൻറ്റു ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഗുണനവും വ്യവകലനവും. വ്യവകലനം എന്നല്ല പറയാം മൈനസിനെ? യെസ്, വ്യവകലനം എന്ന് പറയാം. അപ്പോൾ നമ്മൾ 30 ചോദ്യങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. നല്ല ഫാസ്റ്റായിട്ടാണ് ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ സ്ലോ ചെയ്യുന്നതാണ് ആദ്യം പറഞ്ഞല്ലേ. എന്താ ചെയ്യാം, ഫാസ്റ്റായി പോയി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സംഭവങ്ങൾ തീർത്തിട്ടുണ്ട്. അരമണിക്കൂർ ഏകദേശം ആയിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ഡിസംബർ 6-ന് നടന്ന മോഡൽ എക്സാമിലെ 90 ചോദ്യങ്ങളും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. മിസ്റ്റേക്ക് ഉണ്ടാകുന്ന ഞങ്ങളെ മിസ്റ്റേക്കാണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയ ആളുകളുടെ മിസ്റ്റേക്ക് തന്നെയാണ്.
അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയ സമയത്ത് ഇല്ലാത്ത മിസ്റ്റേക്ക് ടൈപ്പ് ചെയ്തപ്പോൾ വന്നു, ടൈപ്പ് ചെയ്തപ്പോൾ ഇല്ലാത്ത മിസ്റ്റേക്ക് ഉത്തരം പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ വന്നു. സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ആദ്യമായിട്ടും അവസാനമായിട്ടും ആ ഡിസംബർ 6 മോഡൽ എക്സാമിനുണ്ടായ ചോദ്യങ്ങളിലെ തെറ്റുകളിൽ ക്ഷമ ചോദിക്കുകയാണ്. കൂടെ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറോട് ഇറക്കിയിരുന്നു. 2025 NMMS മോഡൽ എക്സാമിന് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറോട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ആൻസർ കീ അധികം വൈകാതെ വരും. അപ്പം എന്താ പറയുക, ഡിസംബർ 6 നടന്ന മോഡൽ എക്സാമിലെ 90 ചോദ്യങ്ങളും നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി എന്തെങ്കിലും അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതേപോലെ പിന്നെ ചില ക്വസ്റ്റ്യൻസിലുള്ള മിസ്റ്റേക്ക് ഞങ്ങൾ ഇതിൽ കാണിച്ചിട്ടില്ല, പകരം ഞങ്ങളത് മിസ്റ്റേക്ക് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ മോഡൽ എക്സാമിൻ്റെ ആൻസർ കീ പബ്ലിഷ് ചെയ്തു. ഇനി അടുത്ത മോഡൽ എക്സാമിൻ്റെ വൈകാതെ വരും. അതുവരെ സൈനിങ് ഓഫ്.